Welcome to my classroom, Design of Concrete Structures 2, CE 304 for Semester 6, KTU Civil Engineering students. Hi, this is Lakshmi, Assistant Professor, Department of Civil Engineering, SNIT, Adur. Design of Concrete Structures 2, Module 3. Today's topic, Design of Cantilever retaining wall with horizontal backfill. Module 3, Design of Cantilever retaining wall. Horizontal backfill. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസൈൻ ഓഫ് കാന്റിലിവർ റിട്ടേണിംഗ് വോൾ ചെയ്തിരുന്നു. അത് ഇൻക്ലൈൻഡ് ബാക്ക്ഫിൽ ആയിരുന്നു. ദിസ് ഹൊറിസോണ്ടൽ ബാക്ക്ഫിൽ. ഹൊറിസോണ്ടൽ ബാക്ക്ഫിൽ വരുമ്പോൾ ഉള്ള ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. ക്വസ്റ്റ്യൻ: design a cantilever retaining wall to retain earth of 6 meter height. The backfill is horizontal. നമ്മുടേത് നേരത്തെ ഇൻക്ലൈൻഡ് ആയിരുന്നു. ഇൻക്ലൈൻഡ് വിത്ത് ആൻ ആംഗിൾ പറഞ്ഞിരുന്നു. Here it is horizontal. Backfill is horizontal. The unit weight of soil is 17.5 kilonewton per meter cube. The coefficient of friction between the soil and the concrete is 0.5. Safe bearing capacity of the soil is 250 kilonewton per meter square. Angle of repose is 30 degree. Use M25 concrete and Fe 415 grade steel. Cantilever retaining wall design ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ബാക്ക്ഫിൽ ഹൊറിസോണ്ടൽ ആയിട്ട്. ബാക്കി നമുക്ക് എല്ലാ ഡേറ്റാസും തന്നിട്ടുണ്ട്. സോ നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. സൊല്യൂഷൻ: ഫസ്റ്റ് സ്റ്റെപ്പ്, ഗിവൺ ഡേറ്റ. ഗിവൺ ഡേറ്റ നമുക്ക് എന്തൊക്കെയാ തന്നിരിക്കുന്നത്? ഹൈറ്റ് ഓഫ് ദ റീറ്റെയിനിങ് വോൾ തന്നിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ദ റീറ്റെയിനിങ് wall, it is 6 meter. Then backfill is horizontal. Then unit weight of soil. Unit weight of soil. നമ്മൾ ഡിനോട്ട് ചെയ്തിരുന്നത് ഗാമ 17.5 kilonewton per meter cube. Then the coefficient of friction between soil and concrete. നമ്മൾ എങ്ങനെയാ ഡിനോട്ട് ചെയ്തിരുന്നത്? ഇറ്റ് ഈസ് mu 0.5. അതുപോലെ SBC, safe bearing capacity of the soil, 250 kilonewton per meter square. Then angle of repose. Angle of repose denote ചെയ്തിരുന്നത് phi. Angle of repose phi 30 degree. Then M25 grade concrete, FCK 25 Newton per mm square and FY 415 Newton per mm square. ഇനി സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് നീങ്ങാം. സ്റ്റെപ്പ് നമ്പർ 2, പ്രൊപ്പോർഷനിങ് ഓഫ് റീറ്റെയിനിങ് വോൾ. നമുക്ക് ഇനി ഡയമെൻഷൻസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഡയമെൻഷൻസ് നോക്കാം. ഫസ്റ്റ് ഡെപ്ത്. ഡെപ്ത് D. നമുക്ക് ഡെപ്ത് ഒന്നും തന്നിട്ടില്ല. സോ നമുക്ക് ഡെപ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. വി ഹാവ് ആൻ ഇക്വേഷൻ SBC divided by D equal to SBC divided by gamma into 1 minus sin phi divided by 1 plus sin phi the whole square. Okay, substitute ചെയ്യാം. SBC given ആണ് 250 kilonewton per meter square. Gamma given ആണ് unit weight of soil kilonewton per meter cube 17.5.
Then 1 minus sine 5 given ആണ് 30 degree divided by 1 plus sine 30 the whole square. എത്ര കിട്ടി? 1.587 meter. നമുക്ക് ഡെപ്ത് കിട്ടി 1.587 meter. Then total height of retaining wall. Total height up എന്തായിരിക്കും? നമുക്ക് height of the retaining wall 6 meter plus depth 1.587. It is, yes, 7.587. നമുക്ക് റൗണ്ട് ചെയ്ത് 7.6 എന്ന് എടുക്കാം. Then thickness of the base slab. Thickness of the base slab. Thickness of the base slab എന്തായിരുന്നു? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞ 8% of total height of retaining wall. Height of retaining wall 8% എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ 8/100 ഇൻറ്റു ടോട്ടൽ ഹൈറ്റ് എത്രയായിരുന്നു? 7.6. 0.608 വരും. നമുക്ക് റൗണ്ട് ചെയ്ത് 0.61 മീറ്റർ എന്ന് എടുക്കാം. ദാറ്റ് ഈസ് 610 mm. ഓക്കെ. Then നമുക്കിപ്പോൾ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ റിട്ടൈനിങ് വോൾ ആയി, തിക്നെസ് ഓഫ് ദ ബേസ് സ്ലാബ് ആയി. ഇനി നമുക്ക് എന്താ? സ്റ്റെമ്മ്. നമുക്ക് മെയിൻ കമ്പോണന്റ് സ്റ്റെമ്മ്, ടോയ്, ഹീല്, 3 പോർഷനാണ് റിട്ടൈനിങ് വോളിൽ മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ. Then thickness of bottom of the stem. സ്റ്റെമ്മിന്റെ ബോട്ടം പോർഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. പൊതുവെ നമ്മൾ ബോട്ടം ഓഫ് ദ സ്റ്റെം നമുക്ക് തിക്നെസ് ഓഫ് ദ ബേസ് സ്ലാബ് തന്നെ പ്രൊവൈഡ് ചെയ്യാം. ഈക്വൽ ടു തിക്നെസ് ഓഫ് ദ ബേസ് സ്ലാബ്. തിക്നെസ് ഓഫ് ദ ബേസ് സ്ലാബ് എത്രയായിരുന്നു? 0.61 മീറ്റർ. സോ നമുക്ക് അത് തന്നെ കൊടുക്കാം, 0.61 മീറ്റർ. ദെൻ വിഡ്ത്ത് ഓഫ് ദ നമ്മൾ അതിൻ്റെ ഇടയിൽ ടോപ്പ് വിഡ്ത്ത് ഓഫ് ദ ഇല്ലേ, ടോപ്പ് വിഡ്ത്ത് നമ്മൾ എടുത്തില്ല. ടോപ്പ് വിഡ്ത്ത് ഓഫ് ദ സ്റ്റെം നമുക്ക് 200 mm അസ്യൂം ചെയ്യാം. 200 mm അസ്യൂം ചെയ്യുക ടോപ്പ് വിഡ്ത്ത് ഓഫ് ദ സ്റ്റെം. അപ്പൊ സ്റ്റെം പോർഷൻ കഴിഞ്ഞു. ദെൻ വിഡ്ത്ത് ഓഫ് ദ ബേസ് സ്ലാബ്. ബേസ് സ്ലാബിന്റെ വിഡ്ത്ത്. ബേസ് സ്ലാബ് വിഡ്ത്ത് നമ്മൾ ക്യാപിറ്റൽ ബി എന്ന് ഡിനോട്ട് ചെയ്തു. ഇറ്റ് ഈസ് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ബാക്ക്ഫിൽ ഹൊറിസോണ്ടൽ ആണ്. സോ നമുക്ക് 0.4h തൊട്ട് 0.6h വരെ എടുക്കാം. സോ നമുക്ക് 0.4h മുതൽ 0.6h വരെ എന്താ ഹൊറിസോണ്ടൽ ബാക്ക്ഫില്ല് വരുവാണെങ്കിൽ സോ ബി ഈക്വൽ ടു 0.6h എടുക്കാം. 0.6 ഇൻറ്റു h എത്രയായിരുന്നു? 7.6. ദാറ്റ് ഈസ് 4.56. റൗണ്ട് ചെയ്യാം, 4.6 മീറ്റർ. ഇനി നമുക്ക് വരുന്നത് ഹൈറ്റ് ഓഫ് ദ സ്റ്റെം വരുന്നുണ്ട്. ഹൈറ്റ് ഓഫ് ദ സ്റ്റെം. ഹൈറ്റ് ഓഫ് ദ സ്റ്റെം എന്ന് പറയുമ്പം നമുക്ക് ടോട്ടൽ 7.6. അതിൽ നിന്ന് തിക്നെസ് ഓഫ് ദ ബേസ് സ്ലാബ് 0.61 മൈനസ് ചെയ്യാം. ദാറ്റ് ഈസ് 6.99 മീറ്റർ. ഇനി നമുക്ക് പ്രൊജക്ഷൻ ഓഫ് ടോ സ്ലാബും പ്രൊജക്ഷൻ ഓഫ് ഹീൽ സ്ലാബുമാണ്. അപ്പം അതിന് മുമ്പ് ഞാൻ ഇത്രയൊന്ന് വരയ്ക്കാം. നമ്മുടെ റീറ്റൈനിങ് വോള് ഓക്കെ. നമ്മുടെ റീറ്റൈനിങ് വോള് നമ്മുടെ ബാക്ക്ഫില്ല് ഹൊറിസോണ്ടലാണ്. ഓക്കെ. നമ്മൾ ഫസ്റ്റ് ഡെപ്ത് ആയിരുന്നു നമുക്ക് 1. ഇച്ചിരി ഇങ്ങോട്ട് നീക്കോട്ടെ. 5, 6, 4.6 മീറ്റർ. ഓക്കെ. നമുക്ക്
ഇവിടെ ഗ്രൗണ്ട് ലെവല് നമ്മുടെ ഡെപ്ത് ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ഇറ്റ് ഈസ് 1 ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത് 1.587 ഓക്കെ വാല്യൂ കിട്ടി. അതിനുശേഷം നമ്മൾ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ റിട്ടൈനിങ് വോള് ദിസ് ഇസ് ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ റിട്ടൈനിങ് വോൾ. ക്ലിയർ അല്ലേ? 7.6 മീറ്റർ. അതിനുശേഷം നമ്മൾ തിക്നെസ് ഓഫ് ദ ബേസ് സ്ലാബ് ദിസ് ഇത്രയും തിക്നെസ് ഓഫ് ദ ബേസ് സ്ലാബ് നമുക്ക് കിട്ടിയിരുന്നത് 0.61 മീറ്റർ. അത് നമ്മൾ റൗണ്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് തിക്നെസ് ഓഫ് ദ ബോട്ടം ഓഫ് ദ സ്റ്റെം. ദാറ്റ് മീൻസ് ഹിയർ ഇറ്റ് ഈസ് ദിസ് ഈസ് സ്റ്റെം ആൻഡ് ദിസ് ഈസ് ടോ ആൻഡ് ദിസ് ഈസ് ഹീൽ പോർഷൻ. ഓക്കെ, ബോട്ടം ഓഫ് ദ സ്റ്റെം എന്ന് പറയുമ്പോൾ ഇത്രയും. ഇത് നമ്മൾ തിക്നെസ് ഓഫ് ദ സ്ലാബ് തന്നെയാണ് കൊടുത്തത് 0.61 തന്നെ. നമ്മൾ പിന്നെ എടുത്തത് ടോപ്പ് വിഡ്ത്ത് ആണ്. ടോപ്പ് വിഡ്ത്ത് ഓഫ് ദ സ്റ്റെം നമ്മൾ 200 mm അസ്യൂം ചെയ്തു. ദാറ്റ് ഈസ് 0.2 മീറ്റർ. ഓക്കെ, അതിനുശേഷം ബേസ് വിഡ്ത്ത് ഓഫ് ദ ബേസ് സ്ലാബ് അതിന്റെ ഇതാണ് വിഡ്ത്ത് ഓഫ് ദ ബേസ് സ്ലാബ് ക്യാപിറ്റൽ ബി ആയിട്ട് എടുത്തത്. ക്യാപിറ്റൽ ബി നമുക്ക് 4.6 മീറ്റർ. ഓക്കെ, 4.6 മീറ്റർ കിട്ടി. ദിസ് ഇസ് ബി. ഇത്രയും വരെയാണ് നമ്മൾ ഹൈറ്റ് ഓഫ് ദ സ്റ്റെം. ഹൈറ്റ് ഓഫ് ദ സ്റ്റെം എന്ന് പറഞ്ഞത് ഇത്രയും ഹൈറ്റ് ഓഫ് ദ സ്റ്റെം നമ്മൾ സ്മോൾ ഹെച്ച് ആയിട്ടായിരുന്നു ഡിനോട്ട് ചെയ്ത് 6.99 മീറ്റർ. നമുക്കിനി ക്വസ്റ്റ്യനകത്ത് ഞാൻ ഈക്വൽ ടു 0.6 മീറ്റർ ഇങ്ങോട്ടേക്ക് ആക്കിയേ. ഓക്കെ, ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഹൈറ്റ് ഓഫ് ദ retaining wall to retain earth of 6 meter height പറഞ്ഞിട്ടുണ്ടായിരുന്നു. This is 6 meter height. നമുക്കിത് കിട്ടിയിട്ടുണ്ട്. 6 meter height കിട്ടിയിട്ടുണ്ട്. അതിന് നമ്മൾ ഹെച്ച് ഡാഷ് എന്ന് എടുത്തു. ദിസ് ഈസ് ഹെച്ച് ആൻഡ് ടോട്ടൽ അത് ക്യാപിറ്റൽ ഹെച്ച്, ബേസ് ക്യാപിറ്റൽ ബി. അപ്പൊ എവറിത്തിങ് ഓക്കെ, ഇത്രയും കിട്ടി. ഇനി നമുക്ക് ടോപ്പ് പോർഷന്റെ പ്രൊജക്ഷൻ, അതായത് ഇവിടുന്ന് ഇത്രയും, ഹീൽ പോർഷന്റെ ഇവിടുന്ന് ഇത്രയും, അതും കൂടി അറിഞ്ഞാൽ മതി. ബാക്കി ഡയമെൻഷൻസ് എല്ലാം ആയിട്ടുണ്ട്. ദെൻ പ്രൊജക്ഷൻ ഓഫ് ടോ സ്ലാബിന്റെ പ്രൊജക്ഷൻ നമ്മൾ പറഞ്ഞിരുന്നത് B/3 to B/4 ആണ് നമുക്ക് എടുക്കാവുന്നത്. സോ നമ്മൾ ടേക്ക് B/3. ദാറ്റ് മീൻസ് B 4.6/3 ഇറ്റ് ഈസ് 1.533. സോ നമ്മുടെ ഈ ഒരു ഡിസ്റ്റൻസ് ഓക്കെ 1.533 റൗണ്ട് ചെയ്താൽ മൊത്തം ക്ലിയർ അല്ലേ? യെസ്. ലാസ്റ്റ് പ്രൊജക്ഷൻ ഓഫ് ഹീൽ സ്ലാബിന്റെ പ്രൊജക്ഷനും കൂടി നോക്കാം. ഹീൽ സ്ലാബിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും പോർഷനാണ്. അത് നമ്മൾ എങ്ങനെ കാണും? ടോട്ടൽ ബിന്ന് മൈനസ് ചെയ്യാം. ടോപ്പ് പോർഷൻ്റെത് 1.533 പ്ലസ് ബോട്ടം വിഡ്ത്ത് ഓഫ് ദ സ്റ്റെം കൂടെ കൊടുക്കാം 0.61. അപ്പൊ നമുക്ക് എന്താ ഇത്രയും കിട്ടും. ടോട്ടലിൽ നിന്ന് ഇത്രയും മൈനസ് ചെയ്താൽ ഇത്രയും കിട്ടും. ബി മൈനസ് 1.533 പ്ലസ് 0.61 എത്ര കിട്ടി? 2.457. റൗണ്ട് ചെയ്യാം 2.46 മീറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു മെഷർമെന്റ് കിട്ടിയിരിക്കുന്നത് 2.46 മീറ്റർ ഹീലിന്റെ പോർഷനാണ്. അപ്പൊ നമ്മുടെ ഡയമെൻഷനിങ് കഴിഞ്ഞു. ഡയമെൻഷനിങ് ഓഫ് റിട്ടൈനിങ് വോൾ ആണ്. നമുക്ക് സ്റ്റെം പോർഷൻ, ടോപ്പ് പോർഷൻ, ഹീൽ പോർഷൻ ചേരുന്നതാണ് നമ്മുടെ കാന്റിലിവർ റിട്ടൈനിങ് വോളിന്റെ പോർഷൻ എന്ന് പറയുന്നത്. പ്രൊപ്പോർഷനിങ് ഓഫ് റിട്ടൈനിങ് വോൾ ആണ്. നമ്മൾ ടോപ്പ് വിഡ്ത്ത് ഓഫ് ദ സ്റ്റെം 200 mm ആയിട്ട് അസ്യൂം ചെയ്തു. ദാറ്റ് ഈസ് 0.2 മീറ്റർ. ബോട്ടം വിഡ്ത്ത് നമുക്ക് കിട്ടണമെങ്കിൽ തിക്നെസ് ഓഫ് ദ സ്ലാബ് ഫൈൻഡ് ഔട്ട് ചെയ്യണമായിരുന്നു. തിക്നെസ് ഓഫ് ദ സ്ലാബ് എന്ന് പറഞ്ഞാൽ 8% ഓഫ് ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ റിട്ടൈനിങ് വോളാ. നമുക്ക് ഈ ഒരു ഹൈറ്റ് 6 മീറ്റർ തന്നിട്ടുണ്ട്. സോ ഡെപ്ത് നമുക്ക് അറിയത്തില്ലായിരുന്നു. വി യൂസ് ദിസ് ഇക്വേഷൻ SBC/γ ഇൻറ്റു 1 - sin phi by 1 + sin phi the whole square. അതിൽ നമുക്ക് 1.587 കിട്ടി. സോ നമുക്ക് ടോട്ടൽ ഹൈറ്റ് 7.6 മീറ്റർ കിട്ടി. ആ 7.6 മീറ്ററിന്റെ 8% എടുക്കുമ്പോൾ നമുക്ക് തിക്നെസ് കിട്ടുന്നു 0.61 മീറ്റർ. അത് തന്നെ നമ്മൾ ബോട്ടം ആയിട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹൈറ്റ് ഓഫ് ദ സ്റ്റെം ഫൈൻഡ് ഔട്ട് ചെയ്യാം. ടോട്ടൽ ഹൈറ്റിൽ നിന്ന് തിക്നെസ് ഓഫ് ദ ബേസ് സ്ലാബ് കുറച്ചപ്പോൾ നമുക്ക് 6.99 ഹൈറ്റ് ഓഫ് ദ സ്റ്റെം കിട്ടി. ഇനി നമുക്ക് ടോ പോർഷന്റെ ആയിരുന്നു. അത് നമ്മൾ B/3 to B/4 ആണ്. അപ്പൊ നമ്മൾക്ക് B/3 എടുത്തുകൊണ്ട് നമ്മൾക്ക് അതും കിട്ടി.
ഇനി നമുക്ക് വിഡ്ത്ത് ഓഫ് ദ ബേസ് സ്ലാബ്, അതായത് ഇതിന്റെ വിഡ്ത്ത് ഓഫ് ദ ബേസ് സ്ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് ഫിൽ ഹൊറിസോണ്ടലാണോ ഇൻക്ലൈൻഡ് ആണോ ബേസ് ചെയ്തിട്ടിരിക്കും. സോ നമ്മൾ 0.6H എടുത്തു, നമുക്ക് 4.6 കിട്ടി. പിന്നെ നമ്മുടെ ടോപ്പ് പോർഷന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. B/3 വെച്ചിട്ട് 1.533 കിട്ടി. അങ്ങനെയാണ് ഹീൽ പോർഷൻ നമുക്ക് ബേസ് വിഡ്ത്തിന്ന് ഇതേ പ്ലസ് ഇത് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി. ദാറ്റ് ഈസ് 2.46 മീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തേർഡ് സ്റ്റെപ്പിലേക്ക് നീങ്ങാം. സ്റ്റെപ്പ് നമ്പർ 3, സ്റ്റെബിലിറ്റി കാൽക്കുലേഷൻ. സ്റ്റെപ്പ് നമ്പർ 3, സ്റ്റെബിലിറ്റി കാൽക്കുലേഷൻ. ഓക്കെ, നമുക്ക് റിട്ടേണിംഗ് വോളിന്റെ സ്റ്റെബിലിറ്റി കാൽക്കുലേഷനിലേക്ക് കടക്കാം. ഫസ്റ്റ് നമുക്ക് ബാക്ക്ഫിൽ ഈസ് ഹൊറിസോണ്ടൽ. ഓക്കെ, നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് എർത്ത് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാം. കോഎഫിഷ്യന്റ് ഓഫ് എർത്ത് പ്രഷർ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്തിരുന്നത്? KA. ഓക്കെ, K ഈക്വൽ ടു ഇക്വേഷൻ എന്താ? 1 മൈനസ് സൈൻ ഫൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ ഫൈ. ഫൈ എത്രയായിരുന്നു? It is given in the question 30 degree. So 1 minus sin 30 divided by 1 plus sin 30 എത്ര കിട്ടി? 0.33. ഓക്കെ, KA വാല്യൂ നമുക്ക് കിട്ടി. ഇതിന്റെ 1 by KP, coefficient of passive earth pressure is equal to 1 by KA. It is 3.03. ഓക്കെ, നമുക്ക് coefficient of earth pressure കിട്ടി. ഇനി നമുക്ക് we know that unit weight of concrete 25 kilonewton per meter cube and unit weight of soil, it is given in the question, എത്രയായിരുന്നു? 17.5 kilonewton per meter cube. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ലോഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സി, നമ്മുടെ കാന്റിലിവർ, ഓക്കെ, കാന്റിലിവർ, ഓക്കെ, ഇത്ര ഓവറോൾ ഹൈറ്റ് 7.6 മീറ്റർ ആയിരുന്നു. തിക്നെസ് ഓഫ് ദ സ്ലാബ് 0.61 ആയിരുന്നു. ബേസ് വിഡ്ത്ത് 4.6 മീറ്റർ ആയിരുന്നു. ദിസ് ഇസ് ടോ, ഹീൽ ആൻഡ് സ്റ്റെം പോർഷൻ. ഇത് നമ്മൾ അസ്യൂം ചെയ്തത് 0.2 മീറ്റർ ആൻഡ് ഹിയർ 0.61 മീറ്റർ. ദെൻ ഹീൽ പോർഷൻ്റെത് എത്രയായിരുന്നു? ഹീൽ പോർഷൻ്റെത് 2.46. ടോ സ്ലാബിൻ്റെത് 1.533. ഓക്കെ, നമ്മുടെ ഗ്രൗണ്ട് ലെവല് ഡെപ്ത് നമുക്ക് വന്നേക്കുന്ന ഗ്രൗണ്ട് ലെവല് ഇവിടെ ആയിട്ട്. ഓക്കെ, ഗ്രൗണ്ട് ലെവല് ഡെപ്ത് നമുക്ക് 1.587. നമ്മുടെ ഹൈറ്റ് നമുക്ക് തന്നേക്കുന്നത് 6 മീറ്റർ. മണ്ട കയറിപ്പോയി അല്ലേ? ഓക്കെ, ഇത്രയുമായിരുന്നു. നമുക്കപ്പം ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഫോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഞാൻ ഒന്ന് എഴുതാം. ഓക്കെ, കാണാമല്ലോ. പൊസിഷൻ, ചെറുതാത്ത എഴുതാം. പൊസിഷൻ, ലോഡ് ഇൻ കിലോ ന്യൂട്ടൺ, then CG, center of gravity from toe, it is in meter. Then finally moment about toe, this is toe, moment about toe portion, kilo newton meter. Okay, table ആയിട്ട് തന്നെ നമുക്ക് നീങ്ങാം. ഓക്കെ, അതിന് മുമ്പ് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം പോർഷൻസിനെ. നമുക്കിവിടെ സ്റ്റെം പാർട്ട്, ടോപ്പ് പാർട്ട്, ഹീൽ പാർട്ട്, ഓക്കെ, ഡിവൈഡ് ചെയ്യാം. അതിൽ തന്നെ ഞാൻ ഇതിനെ ഒന്ന്, ഈ നമ്മുടെ കാന്റിലിവറിന് ഈ പോർഷനിൽ നമുക്ക് ഇത് ഫസ്റ്റ് പോർഷൻ, ദിസ് ഈസ് സെക്കൻഡ് പോർഷൻ ആൻഡ് അല്ലെങ്കിൽ ഇത് കൊടുക്കാം. ഫസ്റ്റ് പോർഷൻ, സെക്കൻഡ് പോർഷൻ ആൻഡ് ദിസ് ഈസ് തേർഡ് പോർഷൻ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഫോർത്ത് പോർഷൻ. ഏത്? ഈ സ്ലാബ്. ഓക്കെ, നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് പോർഷൻ എടുക്കാം. ഫസ്റ്റ് എർത്ത് ഫില്ലിംഗ് വരുന്ന സ്ഥലമാണ്. ഓക്കെ,
എന്താ റെക്ടാങ്കുലർ പോർഷൻ ആണ്. 2.46 ഇൻറ്റു ഹൈറ്റ് എത്ര വരും? ഹൈറ്റ് ഓഫ് ദ സ്റ്റെം വരും. എത്രയായിരുന്നു? 6.99 ഇൻറ്റു നമ്മൾ 1 മീറ്റർ ലെങ്ത് ഇൻറ്റു അവിടെ എന്താ മണ്ണാണ്. സോ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ 17.5. ഓക്കെ, എത്ര വന്നു? 300 കാണാമോ? 300.91 കിലോ ന്യൂട്ടൺ. ഇനി നമ്മൾക്ക് സി ജി, ഓക്കെ, ടോയിലേക്കാണ് നമ്മൾ എടുക്കുന്നത്. സി ജി എന്താവും? ഇതല്ലേ ഫസ്റ്റ് പോർഷൻ. അപ്പം ഇതിന്റെ സി ജി ഇവിടെ സെന്റർ മുതൽ ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് 1.533 പ്ലസ് ഈ 0.61 പ്ലസ് നമ്മുടെ 2.46ന്റെ ഹാഫ്. എത്ര വന്നു? 3.37. അങ്ങനെയാണെങ്കിൽ മൊമെന്റ് 300.91 ഇൻറ്റു 3.37 എത്ര കിട്ടി? 1014.0667 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതാണ് നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് എടുക്കുന്നത്. എഗെയിൻ അതൊരു റെക്ടാങ്കിൾ ആണ് സെക്കൻഡ് പാർട്ട്. ഓക്കെ, ഈ ഒരു വിഡ്ത്ത് എത്രയാ? നമ്മുടെ 0.2 തന്നെ ആയിരിക്കും. 0.2 ഇൻറ്റു ഹൈറ്റ് എത്രയാ? നമ്മുടെ സ്റ്റെമ്മിന്റെ ഹൈറ്റ് തന്നെ വരും. എത്രയാ? 6.99 ഇൻറ്റു 1 മീറ്റർ എടുത്തു. എന്താ? കോൺക്രീറ്റ് ആണ്. ഇറ്റ് ഈസ് ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റിൻ്റെത് 34.95 കിട്ടും. ഇനി നമുക്ക് ഇവിടേക്കുള്ള സി ജി ഡിസ്റ്റൻസ്, ഇതിന്റെ സി ജിന്ന് ഇങ്ങോട്ടേക്കുള്ള ഓക്കെ ഈ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് 1.533 പ്ലസ് ഈ ഡിസ്റ്റൻസ് എത്രയാ? ടോട്ടൽ 0.61 ആ. അതിൽ നിന്ന് 0.2 മൈനസ് ചെയ്ത 0.41 0.41 പ്ലസ് 0.2ന്റെ ഹാഫ് എത്ര വന്നു? 2.04. സോ നമുക്ക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. 34.95 ഇൻറ്റു 2.04 എത്ര വന്നു? 71.298 കിലോ ന്യൂട്ടൺ മീറ്റർ. നമ്മുടെ സെക്കൻഡ് പാർട്ട് കഴിഞ്ഞു. ഓക്കെ, ദെൻ നമുക്ക് തേർഡ് ഒരു ട്രയാങ്കുലർ പോർഷൻ ആണ്. സോ ട്രയാങ്കിൾ ആകുമ്പോൾ ഹാഫ് ബി എച്ച് വരും. ഹാഫ് ഇൻറ്റു ബി എത്രയാ വരുന്നത്? ഈ ഡിസ്റ്റൻസ് എത്ര? നമ്മൾ ഇപ്പൊ പറഞ്ഞായിരുന്നു 0.41 ഇൻറ്റു ഹാഫ് ബി അല്ലേ? ഹാഫ് ബി ഹെച്ച് എന്താ? നമ്മുടെ ഹൈറ്റ് ഓഫ് ദ സ്റ്റെം വരും 6.99. ഓക്കെ, ഏരിയ ഇൻറ്റു 1 മീറ്റർ ഇൻറ്റു എന്താ? കോൺക്രീറ്റ് ആണ്. അഗെയിൻ 25. ഓക്കെ, എത്ര വന്നു? 35.82 കിലോ ന്യൂട്ടൺ. ഇനി ടോയിലേക്കുള്ളത് ഇതിന്റെ സി ജിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് 1.533 പ്ലസ് ഇതിന്റെ സി ജിന്ന് ഇങ്ങോട്ട് എന്താ? 2/3 ഓഫ് 0.41 എത്ര വന്നു? 1.803. സോ നമുക്ക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. 35.82 ഇൻറ്റു 1.803 എത്ര വന്നു? 64.583 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, നമുക്കിനി ഫോർത്ത് എടുക്കാം. ഫോർത്ത് നമ്മുടെ ബേസ് സ്ലാബ് ആണ്. ഫോർത്ത് വന്നിരിക്കുന്നത് ഇത്രയും വരും അല്ലേ? ബേസ് സ്ലാബിന്റെ പോർഷൻ ആണ്. നമുക്കതും ഒരു റെക്ടാങ്കുലർ പോർഷൻ ആണ്. സോ നമുക്ക് ഇത്രയും വിഡ്ത്ത് 4.6ഉം ഇതിന്റെ തിക്നെസ് 0.61 ആണ് വരുന്നത്. സോ 0.61 ഇൻറ്റു 4.6 ഏരിയ ഇൻറ്റു 1 മീറ്റർ ഇൻറ്റു ഇറ്റ്സ് കോൺക്രീറ്റ് ഇൻറ്റു കോൺക്രീറ്റ് എത്ര വന്നു? 70.15. ഇനി ടോയിലേക്ക് ഉള്ള ഡിസ്റ്റൻസ് അതെന്താ? 4.6/2 2.3. നമുക്ക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. 70.15 ഇൻറ്റു 2.3 എത്ര വന്നു? 161.345 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, നമ്മൾ 4ആയിട്ടായിരുന്നു ഡിവൈഡ് ചെയ്ത്. ഫസ്റ്റ് പോർഷൻ, സെക്കൻഡ് പോർഷൻ അതും റെക്ടാങ്കിൾ ആയിരുന്നു, തേർഡ് ട്രയാങ്കിൾ ആയിരുന്നു, ഫോർത്ത് റെക്ടാങ്കിൾ പോർഷനാണ്. ടോട്ടൽ ലോഡ് നമുക്ക് കിട്ടി. എത്ര കിട്ടി? സമ്മേഷൻ ഡബ്ല്യു എത്ര വന്നു? അതായത് 300.91 പ്ലസ് 34.95 പ്ലസ് 35.82 പ്ലസ് 70.15 441.83 കിലോ ന്യൂട്ടൺ.
ടോട്ടൽ ലോഡ് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ നമുക്ക് ടോട്ടൽ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. 1014.0667 പ്ലസ് 71.298 പ്ലസ് 64.583 പ്ലസ് 161.345. യെസ്, 1311.29 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, നമുക്കപ്പം ടോട്ടൽ ബെൻഡിങ് മൊമെന്റും ടോട്ടൽ ലോഡും ടോട്ടൽ ബെൻഡിങ് മൊമെന്റും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് സ്റ്റെബിലിറ്റി കാൽക്കുലേഷനിൽ 3 ചെക്കാണ് വരുന്നത്. ഓവർ ടേണിങ്, സ്ലൈഡിങ്, എക്സെൻട്രിസിറ്റിയുടെ 3 എണ്ണം നമുക്കിനി ചെക്ക് ചെയ്യാം. സ്റ്റെബിലിറ്റി ചെക്ക്. സ്റ്റെബിലിറ്റി ചെക്സ്. നമുക്ക് സ്റ്റെബിലിറ്റി ചെക്കിൽ 3 ചെക്കാണുള്ളത്. ഓവർ ടേണിങ്, സ്ലൈഡിങ് ആൻഡ് എക്സെൻട്രിസിറ്റി. ഫസ്റ്റ് നമുക്ക് നോക്കാം. Factor of safety against overturning as per IS 456/2000, page number 33, clause 20.1. Okay, equation എന്താ? Factor of safety equal to 0.9 mr divided by m0. mr resisting moment divided by overturning moment greater than or equal to 1.4. Okay, equation അതായിരുന്നു. ദെൻ നമുക്ക് റെസ്റ്റോറിംഗ് മൊമെന്റ് MR നമുക്ക് ഗിവൺ ഡേറ്റ ആണ്. ദാറ്റ് മീൻസ് നമ്മൾ ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്തത് 1311.29 കിലോ ന്യൂട്ടൺ മീറ്റർ. നമ്മൾ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 1311.29 കിലോ ന്യൂട്ടൺ മീറ്റർ. നമുക്ക് ഇനി എന്താ ഓവർടേണിംഗ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓവർടേണിംഗ് മൊമെന്റ് ഈക്വൽ ടു m0. നമ്മൾ m0 എന്നാണ് ഡിനോട്ട് ചെയ്തേക്കുന്നത്. എന്താ ഇക്വേഷൻ? PA into h/3. PA എന്താ? ഹാഫ് ഇൻറ്റു KA ഇൻറ്റു ഗാമ ഇൻറ്റു h സ്ക്വയർ ഇൻറ്റു h/3. ഓക്കെ, നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹാഫ് ഇൻറ്റു KA നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 0.33. ഗാമ ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ 17.5. h ടോട്ടൽ ഹൈറ്റ് എത്ര വന്നു? 7.6. അതിന്റെ സ്ക്വയർ ഇൻറ്റു നമുക്ക് CG എത്രയാ? 7.6/3. ഓക്കെ, ട്രയാങ്കുലർ അല്ലേ? സോ നമുക്ക് 422.514 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ് നമുക്ക് ഓവർടേണിംഗ് മൊമെന്റ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഫാക്ടർ ഓഫ് സേഫ്റ്റി. വി നോ ദ ഇക്വേഷൻ 0.9 mr divided by m0. mr 1311.29 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിവൈഡഡ് ബൈ m0 422.514. സോ നമുക്ക് കിട്ടുന്നത് 2.79. ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 1.4. സോ നമ്മൾ സേഫ് ആയിരിക്കും. 279 ഗ്രേറ്റർ ദാൻ 1.4 നമ്മൾ സേഫ് ആണ്. ഹെൻസ് സേഫ്. സെക്കൻഡ് ചെക്കിലേക്ക് വരാം. ഫാക്ടർ ഓഫ് സേഫ്റ്റി എഗൻസ്റ്റ് സ്ലൈഡിംഗ്. ഓക്കെ, ആസ് പെർ IS 456/2000. അഗെയിൻ പേജ് നമ്പർ 33, ക്ലോസ് 20.2. Factor of safety equal to equation എന്താ? 0.9 restoring force or moment divided by sliding force or moment. It is greater than or equal to 1.4. നമുക്ക് resisting moment എന്താ? mu into W. 0.9 into mu W divided by sliding force PA. നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യണം. 0.9 into mu into W divided by PA എന്താ? half into KA into gamma into h square. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.9 into mu നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ് 0.9. സോറി 0.5 തെറ്റിപ്പോയി. 0.5 ഇൻറ്റു W നമ്മളിപ്പം സ്റ്റെബിലിറ്റി കാൽക്കുലേഷനകത്ത് ടോട്ടൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നു 441.83 ഡിവൈഡഡ് ബൈ ഹാഫ് ഇൻറ്റു KA 0.33 ഇൻറ്റു ഗാമ 17.5 ഇൻറ്റു ഹൈറ്റ് 7.6 സ്ക്വയർ. സോ നമുക്ക് കിട്ടുന്ന വാല്യൂ 1.19. ഇറ്റ് ഈസ് ലെസ് ദാൻ 1.4. ഓക്കെ, ഇറ്റ് ഈസ് ലെസ് ദാൻ. ചെക്ക് ചെയ്യുക. 1.19 ആണ് കിട്ടുന്നത്. ഇറ്റ് ഈസ് ലെസ് ദാൻ 1.4. സോ ദ സെക്ഷൻ ഈസ് നോട്ട് സേഫ്. നോട്ട് സേഫ് ആ വരുന്നെങ്കിൽ നമ്മൾ എന്തായിരുന്നു ചെയ്തിരുന്നത്? ടു റെസിസ്റ്റ് ദ സ്ലൈഡിംഗ് വി ഹാവ് ടു പ്രൊവൈഡ് എ ഷിയർ കീ. നമുക്ക് ഷിയർ കീ കൊടുക്കേണ്ടി വന്നു ബിക്കോസ് ഇറ്റ് ഈസ് അൺസേഫ്. സോ നമുക്ക് ഷിയർ കീ പ്രൊവൈഡ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ചെക്കും കൂടി ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഷിയർ കീ ഡിസൈൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു ചെക്കും കൂടി ഉണ്ട്, എക്സെൻട്രിസിറ്റി. തേർഡ് വൺ, ബേസ് പ്രഷർ ചെക്ക്. ബേസ് പ്രഷർ ചെക്ക്. നമ്മളിപ്പം ഓവർ ടേണിംഗ് കഴിഞ്ഞു, സ്ലൈഡിംഗ് കഴിഞ്ഞു. നെക്സ്റ്റ് ബേസ് പ്രഷർ ചെക്ക്. നമുക്ക് നെറ്റ് ബെൻഡ് മൊമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സമ്മേഷൻ M ഈക്വൽ ടു MR മൈനസ് M0.
Restoring moment 1311.29 minus overturning moment 422.514. So നമുക്ക് net bending moment കിട്ടുന്നത് 888.776 kilo Newton meter. 888.776 kilo Newton meter. ഇനി നമ്മൾ ഇതിന്റെ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ റിസൾട്ടന്റ് ഫോഴ്സിന്റെ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ നമുക്കൊന്ന് നോക്കാം. ടോ എഡ്ജ്, ഓക്കെ, അബൌവ് toe edge. That means x bar നമുക്ക് denote ചെയ്യാം point of application of resultant force. That is summation m divided by summation load. Summation m എന്താ? Net bending moment 888.776 divided by net load 441.83. That is 2.01 meter ആണ് നമുക്ക് x bar കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ eccentricity find out ചെയ്യാം. Eccentricity E equal to B by 2 minus x bar. B by 2 minus x bar. നമുക്ക് ഇവിടെ സ്റ്റെമ്മിൽ നിന്നുള്ള ലോഡ് ഡൗൺവേർഡ്, ഇവിടെ എർത്തിൻ്റെത് ഡൗൺവേർഡ്, ബേസ് ലാബിന്റെ എല്ലാം കൂടെ ഡൗൺ, ഇതിന്റെ എല്ലാം കൂടെ റിസൾട്ടന്റ് ഫോഴ്സ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ എക്സ് ബാർ എന്ന് പറയുന്നത് ഇതിന്റെ ഇത് വരുന്നത്. നമ്മുടെ ബി എന്ന് പറയുന്നത് ടോട്ടൽ ബി ഇതാണ്. ബി ബൈ 2 ഹിയർ ഇതിന്റെ സെന്റർ ആയിട്ട് വരും. ബി ബൈ 2 മൈനസ് എക്സ് ബാർ ആണ് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. സോ ബി 4.6 by 2 മൈനസ് എക്സ് ബാർ എത്രയും നമ്മൾ ഇപ്പൊ ഫൈൻഡ് ഔട്ട് ചെയ്തു 2.01. സോ നമുക്ക് കിട്ടുന്നത് 0.29 മീറ്റർ എന്നാണ്. ദെൻ മാക്സിമം എക്സെൻട്രിസിറ്റി ഇ മാക്സ് എന്ന് പറയുന്നത് ബി ബൈ 6 ആണ്. 4.6 by 6 എന്ന് പറഞ്ഞാൽ 0.76 മീറ്റർ ആണ്. ഹിയർ ഇ നമുക്ക് 0.29 ആണ്, മാക്സിമം 0.76 ആണ്. ഇ ലെസ് ദാൻ ഇ മാക്സ് ആണ്, ഹെൻസ് സേഫ്. ഓക്കെ, അപ്പൊ നമ്മുടെ 3 ചെക്കും കഴിഞ്ഞു. നമുക്കിനി പ്രഷർ ഇന്റൻസിറ്റി അറ്റ് ദ ബേസ് കൂടി നോക്കിയേക്കാം. സേഫ് ആണോ എന്ന് നോക്കാം. പ്രഷർ ഇന്റൻസിറ്റി അറ്റ് ദ ബേസ് നമുക്കിനി ഇതെല്ലാം ഡൗൺവേർഡ് ആണ്. ഇനി പ്രഷർ ഇന്റൻസിറ്റി നമുക്ക് പ്രഷർ അപ്വേർഡ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യണം. പി മാക്സും പി മിനിമം. ഇക്വേഷൻ ഇതാണ്. പി മാക്സ് summation W divided by B into 1 plus or minus, minimum വരുമ്പോൾ 1 minus 1 plus 6C by B. P max എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ SBC ആണ്, സേഫ് ആണ്. നമുക്ക് ചെക്ക് ചെയ്യാം. ടോട്ടൽ ലോഡ് 441.83 ഡിവൈഡ് ബൈ B 4.6 into 1 plus 6 into E. Eccentricity 0.29 divided by 4.6. നമുക്ക് കിട്ടുന്നത് 132.38 kilo Newton per meter square ആണ്. It is less than SBC, hence safe. Then P minimum check ചെയ്യാം. Summation W by B into 1 minus 6C by B. Substitute ചെയ്യാം values. 441.83 divided by 4.6 into 1 minus 6 into E 0.29 divided by B 4.6. നമുക്ക് കിട്ടുന്നത് 59.718 കിലോ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ്. സോ പി മിനിമം ഗ്രേറ്റർ ദാൻ 0 ആണ്, ഹെൻസ് സേഫ്. മിനിമം 0യെക്കാട്ടിലും കൂടുതലായിരിക്കണം. സോ നമുക്കിവിടെ കിട്ടിയത് 59.718 ആണ്. ഇനി നമുക്ക് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം ഒന്ന് നോക്കാം. നമ്മുടെ കാന്റിലിവർ റീറ്റൈനിങ് വോൾ ഇതാണ്. സോ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം, പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം ഇതാണ്. മിനിമം ഹിയർ ആൻഡ് മാക്സിമം ഹിയർ. മിനിമം 59.78 ആൻഡ് മാക്സിമം 132.38 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്വേർഡായിട്ടാണ് ആക്ട് ചെയ്തത്. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഹീൽ സ്ലാബും സ്റ്റെമ്മും ഹീൽ സ്ലാബും ടോ സ്ലാബിന്റെ ഡിസൈൻ വേണം. പിന്നെ നമ്മുടെ സ്ലൈഡിങ് നമുക്ക് അൺസേഫ് ആയിരുന്നു. സോ ഷിയർ കീയും കൂടെ പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. സ്റ്റെപ്പ് നമ്പർ 4, ഡിസൈൻ ഓഫ് സ്റ്റെം. നമുക്കിനി സ്റ്റെം പാർട്ട്, അതായത് വേർട്ടിക്കൽ വോള്, ദിസ് പോർഷൻ ഇതാണ് നമ്മുടെ സ്റ്റെം. നമുക്ക് ഈ വേർട്ടിക്കൽ വോള് ഡിസൈൻ ചെയ്യാം. ഓക്കെ, ഇതിനകത്തേക്ക് വരുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സ്റ്റെം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എർത്ത് പ്രഷർ PA ആണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ട്രയാങ്കുലർ ഫോമിൽ കാണിച്ചേക്കുന്ന എർത്ത് പ്രഷർ ഇവിടെ ഉണ്ട്, PA. നമുക്ക് ആദ്യം PA കാൽക്കുലേറ്റ് ചെയ്യാം. ഹൊറിസോണ്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സ്റ്റെം. PA equal to, we know the equation, half into KA into gamma into H. H എന്താ? സ്മോൾ h height of the stem. സ്മോൾ h height of the stem. ഓക്കെ, H square. സോ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹാഫ് ഇൻറ്റു കെ എന്തായിരുന്നു? 0.33 ഇൻറ്റു ഗാമ നമുക്ക് ഗിവൺ ഡേറ്റയാണ് 17.5 ഇൻറ്റു ഹെച്ച് നമ്മൾ നേരത്തെ സ്റ്റെപ്പ് നമ്പർ 2 കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഡയമെൻഷൻസ് ഓഫ് റിട്ടേണിംഗ് വോളിൽ ഹെച്ച് എന്ന് പറഞ്ഞാൽ 6.99 ആണ്. സോ അതിന്റെ സ്ക്വയർ. അപ്പൊ നമുക്ക് ടോട്ടൽ കിട്ടുന്ന 141.083 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ.
നമുക്ക് ഹൊറിസോണ്ടൽ ഫോഴ്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതേ ഇൻറ്റു ഇത് എവിടെയായിരിക്കും പി എ ആക്ട് ചെയ്യുന്നത്? അതിന്റെ സി ജിയിൽ, അതായത് ട്രയാങ്കിൾ ആയതുകൊണ്ട് h/3 മാറിയിട്ട്. ഓക്കെ, പി എ ഇൻറ്റു h/3. പി എ എത്ര? 141.083 ഇൻറ്റു h/3 6.99/3. നമുക്ക് കിട്ടുന്നത് 328.72 കിലോ ന്യൂട്ടൺ മീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഫാക്ടേർഡ് മൊമെന്റ് ആക്കാം. അൾട്ടിമേറ്റ് മൊമെന്റ് mu ഈക്വൽ ടു 1.5 ഇൻറ്റു 328.72. ഇറ്റ് ഈസ് 493.08 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, നമുക്കിപ്പോൾ മൊമെന്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ ഫ്രം IS 456-2000 പേജ് നമ്പർ 96 അനക്സർ G 1.1.6 ഇക്വേഷൻ ഉണ്ട്. mu ലിമിറ്റ് ഈക്വൽ ടു 0.36 XU max by D ഇൻറ്റു 1 മൈനസ് 0.2 XU max by D ഇൻറ്റു BD സ്ക്വയർ FCK. ഓക്കെ, നമുക്ക് XU max by D എന്നുള്ളതിന്റെ വാല്യൂ പേജ് നമ്പർ 70 FY 450 കറസ്പോണ്ടിങ് ആയിട്ട് 0.48 ആണ്. സോ നമുക്ക് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ ബി നമുക്ക് അസ്യൂം ചെയ്യാം 1 മീറ്റർ. സോ നമുക്കിനി വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൊമെന്റ് 493.08 ഇൻറ്റു 10⁶. അപ്പൊ ന്യൂട്ടൺ mm ആയി ഈക്വൽ ടു 0.36 ഇൻറ്റു XU max ഇവിടെ ഉണ്ട്. XU max by D നമ്മൾ 0.48 ഇവിടെ കൊടുക്കുക ഇൻറ്റു 1 മൈനസ് 0.42 ഇൻറ്റു XU max by D 0.48 ഇൻറ്റു B 1000 ഇൻറ്റു D ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഇൻറ്റു FCK 25. നമുക്ക് ഡി റിക്വയർഡ് കിട്ടുന്നത് 378.09 mm ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കവറായിട്ട് 70 mm ക്ലിയർ കവർ കൊടുക്കാം. 16 mm ഡയാബാർ യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി പ്രൊവൈഡഡ് ഒന്ന് ചെക്ക് ചെയ്യാം. ടോട്ടൽ നമ്മുടെ ഡെപ്ത് 610 ആയിരുന്നു. ഓക്കെ, 610 ആയിരുന്നു ടോട്ടൽ ഡെപ്ത്. മൈനസ് കവർ മൈനസ് ഡയാ ബൈ 2. സോ നമുക്ക് 532 mm കിട്ടും. ഡി പ്രൊവൈഡഡ് 532 ആണ്. നമ്മുടെ റിക്വയർഡ് 378 ആണ്. സോ ഡി പ്രൊവൈഡഡ് ഗ്രേറ്റർ ദാൻ ഡി റിക്വയർഡ്, ഹെൻസ് സേഫ്. ഓക്കെ, നമുക്ക് ഡി ഓക്കെ ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏരിയ ഓഫ് സ്റ്റീൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഏരിയ ഓഫ് സ്റ്റീൽ ഫ്രം IS 456-2000 പേജ് നമ്പർ 16 അനക്സ് ജിയിൽ തന്നെ എയിൽ കിടക്കുന്ന 1.1 എയിൽ കിടക്കുന്ന ഇക്വേഷൻ mu ഈക്വൽ ടു 0.87 FY AST D ഇൻറ്റു 1 മൈനസ് AST FY ബൈ FCK BD. ഇതിനകത്ത് AST FY ബൈ FCK BDക്ക് നമുക്ക് അതിൽ തന്നെ XU ബൈ D എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. 0.87 FY AST ബൈ 0.36 FCK BD. അത് നിങ്ങൾ കണ്ടോ? ഓക്കെ, പേജ് നമ്പർ 96 എടുക്കുക. IS 456 പേജ് നമ്പർ 96. Okay, here it is. Page number 96. See. Annexure G. See, A, B, C. നമ്മുടെ ഇക്വേഷൻ ഇവിടെ ഉണ്ട്. സോ നമുക്ക് ഇതേ XU by D equal to 0.87 FY AST by 0.36 FCK BD. അതിനകത്തുനിന്ന് നമുക്ക് AST FY by FCK BDക്ക് ബാക്കി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അതിനൊരു വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. സി, അതാണ് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തേക്കുന്നത്. AST FY by FCK BD എന്ന് പറഞ്ഞാൽ 0.42 XU by D. അതെടുത്ത് നമുക്ക് ഇവിടെ പുട്ട് ചെയ്യാം. ഏതില്? ഫസ്റ്റ് ഇക്വേഷനിൽ. ഓക്കെ, എയില്. ഓക്കെ, അനക്സ് അതിൽ നമുക്ക് പുട്ട് ചെയ്യാം. ഏതില്? ബിയില്. വേണ്ടേ 0.87 FY. സി, 0.87 FY കാണാമോ? 0.87 FY AST D ഇൻറ്റു 1 മൈനസ് ഇക്വേഷൻ ഇല്ലേ, അതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ബി. ഓക്കെ, അതിനകത്തേക്ക് പുട്ട് ചെയ്യുമ്പോൾ നമുക്ക് മൊമെന്റ് 493.08 ഇൻറ്റു 10⁶ ഈക്വൽ ടു 0.87 FY 415. AST ആണ്, ഏരിയ ഓഫ് സ്റ്റീൽ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡി നമ്മൾ 532 ഇവിടെ ഓക്കെ ആയി. ഓക്കെ, 1 മൈനസ് 0.42 ഇൻറ്റു XU max by D. XU max by D നമ്മൾ നേരത്തെ പറഞ്ഞു 0.48. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, AST നമുക്ക് കിട്ടും. ഇറ്റ് ഈസ് 3215.27 mm സ്ക്വയർ. AST റിക്വയർഡ് ആണ്. നമുക്കിനി മിനിമം AST ചെക്ക് ചെയ്യാം. We know that minimum AST equal to 0.12% of gross area. That is 0.12 by 100 into B 1000 into D 610 732 mm square. നമ്മൾ AST റിക്വയർഡ് നമുക്ക് അല്ലെ പ്രൊവൈഡഡ് നമുക്ക് 3215 ആയിരുന്നു. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ AST മിനിമം, ഹെൻസ് സേഫ്.
ഓക്കെ, നമുക്ക് 16 mm ഡയാ ബാർസ് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ബാർസ് ക്യാപിറ്റൽ AST ബൈ സ്മോൾ AST. ക്യാപിറ്റൽ AST 3215.27 ഡിവൈഡ് ബൈ സ്മോൾ AST 16 mm ഡയാടെ പൈ ബൈ 4 16 സ്ക്വയർ. നമുക്ക് 15.99 വരും. 16 ബാർസ് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പേസിംഗോട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോവാം. 1 മീറ്റർ ദാറ്റ് ഈസ് 1000 ഡിവൈഡ് ബൈ 16 16 എണ്ണത്തിന് ദാറ്റ് ഈസ് 62.5 വരും. ഞാൻ റൗണ്ട് ചെയ്ത് 70 mm കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു provide 16 numbers of 16 mm diabars at 70 mm center to center spacing. Okay, സ്റ്റെമ്മിന് നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് 16 mm 16 numbers of 16 mm കൊടുക്കാം 70 mm center to center spacing. ഓക്കെ, നെക്സ്റ്റ് നമുക്കിനി ഹീൽ സ്ലാബ് ടോ സ്ലാബ് ഡിസൈൻ ചെയ്യാം. നമുക്ക് ടോ സ്ലാബ് ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ബാർ സ്റ്റെമ്മിന്റെ ഡിസ്ട്രിബ്യൂഷൻ ബാർ പ്രൊവൈഡ് ചെയ്തില്ലായിരുന്നു. സോ നമുക്ക് അതൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ടോ സ്ലാബ് ഡിസൈൻ ചെയ്യാം. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ബാർസ് സ്റ്റെമ്മിന്റെ. ഓക്കെ, ഏരിയ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ബാർ ഈക്വൽ ടു 0.12% ഓഫ് ആവറേജ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ സ്റ്റെം ആണ് എടുക്കേണ്ടത്. സോ 0.12 by 100 into ആവറേജ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ സ്റ്റെം എന്താ ബി ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹാഫ്. ടോപ്പ് വിഡ്ത്ത് 200, ബോട്ടം വിഡ്ത്ത് 610 ആയിരുന്നു. സോ നമുക്ക് 1000 ഇൻറ്റു ഹാഫ് ഇൻറ്റു 200 പ്ലസ് 610 നമുക്ക് 486 mm സ്ക്വയറിന് കിട്ടും. 8 mm ഡയാബാസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. 8 mm ഡയാബാസ് യൂസ് ചെയ്യാം. അതായത് ഈക്വലി ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലും നമുക്ക് 8 mm തന്നെ കൊടുക്കാം. അങ്ങനെയാണ് ഒരു സൈഡിലെ നമ്പർ ഓഫ് ബാർസ് എത്ര വരുമെന്ന് നോക്കാം. AST ബൈ സ്മോൾ AST. AST എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ടോട്ടൽ 486 ആയിരുന്നു. അപ്പോൾ ഒരു സൈഡിലാകുമ്പോൾ ഡിവൈഡ് ബൈ 2 ബൈ പൈ ബൈ 4 8 സ്ക്വയർ. സോ നമുക്ക് 4.8 നമ്പേഴ്സ് ആണ് വരുന്നത്. 5 ആയിട്ട് ഞാൻ റൗണ്ട് ചെയ്തില്ല, 6 ബാർസ് ആയിട്ട് റൗണ്ട് ചെയ്തു. സ്പേസിംഗ് കൂടെ നോക്കാം. സ്പേസിംഗ് നമുക്ക് 1 മീറ്റർ 1000 ബൈ 6 നമ്പേഴ്സ് 166 mm വന്നു. ഞാൻ 170 mm കൊടുത്തു. സോ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം 8 mm ഡയാബാസ് അറ്റ് 170 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ് ഓൺ ഐദർ ഫേസ്. ഓക്കെ, ഇനി നമുക്ക് ഡെവലപ്മെന്റ് ലെങ്ത് കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഓക്കെ, ആസ് പെർ IS 456/2000 പേജ് നമ്പർ 42 ക്ലോസ് 26.2.1. ഓക്കെ, അത് പ്രകാരം നമുക്ക് ഇക്വേഷൻ ഉണ്ട്. സി IS 456/2000 ക്ലോസ് 26.2.1 LD ഈക്വൽ ടു പൈ 5 സിഗ്മ S by 4 ടോ BD. ഓക്കെ, 5 സിഗ്മ S by 4 ടോ BD. 5 എന്താ 16 ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തത് ഇൻറ്റു 0.87 FY സിഗ്മ S 0.87 FY ഡിവൈഡ് ബൈ 4 ടോ BD. ടോ BDയുടെ വാല്യൂ നമുക്ക് നെക്സ്റ്റ് പേജിൽ 26.2.1.1 നമ്മൾ M25 ഗ്രേഡ് ആണ്. സോ 1.4 പ്ലസ് നമുക്കൊരു 60% ഇൻക്രിമെന്റ് കൂടെ കൊടുക്കണം. സോ 1.4 പ്ലസ് 60%, 60 by 100 ഇൻറ്റു 1.4. സോ നമുക്ക് 2.24 വരും. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 ഇൻറ്റു 2.24. സോ നമുക്ക് ഡെവലപ്മെന്റ് ലെങ്ത് റിക്വയർഡ് എന്ന് പറഞ്ഞാൽ 644.73 mm ആണ് വരുന്നത്. ശരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലെങ്ത് 610 mm ഉള്ളൂ അവൈലബിൾ ആയിട്ട്. സോ ബാക്കി കിടക്കും. സോ ബാക്കി വരുന്നത് നമുക്ക് റിക്വയർഡ്, അതായത് റിക്വയർഡ് ആയിട്ടുള്ള 644 ആണ്, 610 അവൈലബിൾ ആയിട്ടുള്ളൂ. സോ നമുക്ക് ദ റിക്വയർഡ് ഡെവലപ്മെന്റ് ലെങ്ത് ക്യാൻ ബി പ്രൊവൈഡിങ് ഐദർ ബൈ എക്സ്റ്റെൻഡിങ് ഹൊറിസോണ്ടലി ഓർ ബൈ ബെൻഡിങ്. അങ്ങനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഫിഗർ വരയ്ക്കുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, സ്റ്റെപ്പ് നമ്പർ 5 ഡിസൈൻ ഓഫ് ടോ സ്ലാബ്. ടോ സ്ലാബ് ആണ് അടുത്ത് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ കാന്റിലിവർ റീറ്റെയിനിങ് വോൾ. ടോ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ, ഇതാണ് ടോ പോർഷൻ. അതായത് 1.533 മീറ്റർ വരുന്ന ഭാഗമില്ലേ, ദാറ്റ് ഇസ് ടോ പോർഷൻ. നമുക്ക് ടോ സ്ലാബ് ആണ് ഇനി ഡിസൈൻ ചെയ്യേണ്ടത്. സോ ഞാൻ സെക്ഷൻ കൺസിഡർ ചെയ്തേക്കുന്നത് ഹിയർ. ഇതാണ് നമ്മുടെ അപ്വേർഡ് പ്രഷർ ഡയഗ്രാം. സെക്ഷൻ 1-1 എടുത്തിട്ടുണ്ട്. സെക്ഷൻ 1-1ന്റെ ഇപ്പുറത്ത് കാണുന്ന ഭാഗം, ദാറ്റ് മീൻസ് ഇത്രയും പ്രഷർ ഡയഗ്രത്തിലെ ഇത്രയും പാർട്ട് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, 1ഉം 2ഉം. ഇനി ഇത് കൂടാതെ നമുക്ക് ഇതൊരു ട്രപ്പീസോയിഡൽ മോഡലിലാണ് കിടക്കുന്നത്. സോ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്ത് ഇത് നമുക്ക് ഈ ട്രയാങ്കിൾ പോർഷൻ നമുക്ക് പാർട്ട് 3 ആയിട്ടും കൺസിഡർ ചെയ്യാം. ക്ലിയർ ആയല്ലോ? പാർട്ട് 3 ആയിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് 2 റെക്ടാങ്കുലർ പോർഷനും ഒരു ട്രയാങ്കുലർ പോർഷനും ഉണ്ട്. സോ നമുക്ക് ടോട്ടൽ ലോഡും മൊമെന്റും കാൽക്കുലേറ്റ് ചെയ്യാം. ടേബിൾ ശ്രദ്ധിക്കാം. പൊസിഷൻ, ലോഡ്, ഡിസ്റ്റൻസ് ഫ്രം സെക്ഷൻ 1-1, ഇവിടുന്ന് ഇങ്ങോട്ട് ഈ സെക്ഷൻ 1-1ലേക്കുള്ളത്, ദെൻ മൊമെന്റ് കിലോ ന്യൂട്ടൺ മീറ്റർ.
ഓക്കെ, നമുക്ക് ഇവിടുത്തെ മിനിമം പ്രഷറും മാക്സിമം പ്രഷറും അറിയാം, പക്ഷെ ഈ സെക്ഷൻ കൺസിഡർ ചെയ്തേക്കുന്നിടത്തെ പ്രഷർ അറിയത്തില്ല. സോ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ മാക്സിമം മൈനസ് മിനിമം, അതായത് ഇവിടം വരെ കിട്ടും. ഇത് മൊത്തത്തിലാണ് നമുക്ക് വേണ്ടത്. സോ ഇത്രയും പാർട്ടിനെ ഇത് നമുക്കൊരു സിമിലർ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇത്രയും എന്താ 59.78, ഇത്രയും പാർട്ട് നമുക്ക് അറിയത്തില്ല. സോ അതിനെ ഞാൻ എക്സൈറ്റ് എടുത്തു. So 132.38 minus 59.718 divided by total length 4.6 equal to ഇത് x divided by ഈ ഡിസ്റ്റൻസ് എത്രയാ 0.61 plus 2.46. സോ x നമുക്ക് കിട്ടും 48.49. അപ്പൊ നമുക്ക് ഇത്രയും പാർട്ടിലെ പ്രഷർ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത്രയും 59.718 ആണ്, പ്ലസ് എക്സ് കൂടെ ചെയ്താൽ മതി. 59.718 പ്ലസ് എക്സ് എത്രയായിരുന്നു? 48.4939. സോ നമുക്ക് 108.208 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ കിട്ടും. അതാണ് ഞാൻ ഇവിടെ കാണിച്ചേക്കുന്നത്. സി ദസ് 108.208 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സോ നമുക്ക് അത്രയും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അപ്പൊ നമുക്ക് ഇത് 108, ഇത്രയും നമുക്ക് 108.28 ആണ്. അപ്പൊ നമുക്ക് റിമൈനിങ് ഈ ഒരു ട്രയാങ്കിൾ പോർഷന്റെ ഉണ്ട്. പക്ഷേ നമുക്ക് മാക്സിമം ഇവിടം തൊട്ട് ഇവിടം വരെ എത്രയാ 132.38 ആണെന്നറിയാം. ഇവിടം തൊട്ട് ഇവിടം വരെ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച 108.208 ആണ്. അത് മൈനസ് ചെയ്യാമെങ്കിൽ 132.38 മൈനസ് 108.208 ചെയ്യുമ്പോൾ നമുക്ക് 24.172 കിട്ടും. അത് എവിടത്തെയാ? ഇവിടത്തെ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാം അവൈലബിൾ ആണ്. സോ നമുക്ക് ഇനി കാൽക്കുലേഷനിലേക്ക് പോവാം. പൊസിഷൻ 1 കൺസിഡർ ചെയ്യാം. ഒരു റെക്ടാങ്കിൾ ആണ്. അപ്പൊ എന്താ? ഈ ഡിസ്റ്റൻസ് 1.533 ആണ്. ഈ ഡിസ്റ്റൻസ് വി നോ ദാറ്റ് ഇറ്റ് ഈസ് 0.61. ഓക്കെ, ലെങ്ത് നമ്മൾ 1 മീറ്റർ എടുത്തു. എന്താ? മെയ്ഡ് ഓഫ് കോൺക്രീറ്റ് ആണ്, ഇൻറ്റു 25. ഡിസ്റ്റൻസ് ഇതിന്റെ സി ജിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ്, ഇതിന്റെ സി ജിന്ന് ഇങ്ങോട്ടേക്ക് എന്താ? 1.533 ഡിവൈഡ് ബൈ 2. റെക്ടാങ്കിൾ ആണ്. സോ നമുക്ക് മൊമെന്റ് കാണാം 17.88417 കിലോ ന്യൂട്ടൺ മീറ്റർ. 17.88417 കിലോ ന്യൂട്ടൺ മീറ്റർ. സെക്കൻഡ് പോർഷൻ നമുക്ക് ഇത് ഡൗൺവേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഹിയർ ലോഡ് ഡൗൺവേർഡ് ആണ്. സോ എന്തായിരിക്കും? ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിരിക്കും. ഇനി നമുക്ക് സെക്കൻഡ് പോർഷൻ ഈ ഒരു റെക്ടാങ്കുലർ പാർട്ട് എടുക്കാം. പോർഷൻ 2. ഈ റെക്ടാങ്കുലർ പോർഷന്റെ ഇതിന്റെ വിഡ്ത്ത് എത്രയാ? 1.533. ഇതെത്രയാ? പ്രഷറാണ് 108.208. 1.533 ഇൻറ്റു 108.208. ക്ലിയർ ആണോ? ഓക്കെ, ഇൻറ്റു 1 എടുത്തു. സോ അത് നമുക്ക് എന്താ? അപ്വേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതിന്റെ ഡിസ്റ്റൻസ് എന്താ? ഇതിന്റെ സി ജിന്ന് സെക്ഷൻ 11ലേക്ക് എന്താ? 1.533 ബൈ 2. സോ നമുക്ക് മൊമെന്റ് കിട്ടും. ഇത് അപ്വേർഡ് ആണ്. സോ ഇറ്റ്സ് എ ക്ലോക്ക് വൈസ് മൊമെന്റ് 126.905 കിലോ ന്യൂട്ടൺ മീറ്റർ ക്ലോക്ക് വൈസ്. ഇനി നമുക്ക് ലാസ്റ്റ് തേർഡ് പോർഷൻ ആണ്, ട്രയാങ്കുലർ പോർഷൻ ആണ്. ഹാഫ് ബി എച്ച് ഇൻറ്റു നമുക്ക് 1 മീറ്റർ ചെയ്യാമെങ്കിൽ കിട്ടും. സോ അത് നമുക്ക് നോക്കാം. സോ ഹാഫ് ഇൻറ്റു ബി എന്താ? 1.533 തന്നെ. ഇതെന്താ? ഈ ഒരു ഡിസ്റ്റൻസ് ഹെച്ച് നമുക്ക് 1.533, ബി നമ്മൾ പറഞ്ഞിരുന്നു 24.172. ഈ ഒരു പ്രഷർ 24.172. ഓക്കെ, അപ്വേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതിന്റെ സി ജിന്ന് സെക്ഷൻ 11ലേക്ക് ട്രയാങ്കുലർ ആണ്. ഇതിന്റെ സി ജിന്ന് എന്ന് പറയുമ്പോൾ എന്താ? 2/3 ഓഫ് 1.533. സോ നമുക്ക് മൊമെന്റ് കിട്ടുന്നത് 18.935 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇതും ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്, അപ്വേർഡ് ആണ്. സോ ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. നമ്മളിവിടെ ക്ലോക്ക് വൈസ് മൊമെന്റ് പോസിറ്റീവും ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് നെഗറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഡൗൺവേർഡ് ഫോഴ്സ് നെഗറ്റീവും അപ്വേർഡ് ഫോഴ്സ് പോസിറ്റീവ്. സോ നമുക്ക് ടോട്ടൽ ലോഡ് കിട്ടുന്നത് സമ്മേഷൻ ഓഫ് ലോഡ് ചെയ്യുമ്പോൾ 161.029 കിലോ ന്യൂട്ടണും ടോട്ടൽ മൊമെന്റ് കിട്ടുന്നത് 127.95 കിലോ ന്യൂട്ടൺ മീറ്ററാണ്. 127.95, ടോട്ടൽ ലോഡ് 161. ഓക്കെ, നമുക്ക് മൊമെന്റ് കിട്ടി. ഇനി നമുക്ക് ഡിസൈനിലേക്ക് പോവാം. ഫാക്ടേർഡ് മൊമെന്റ് നമ്മൾ എടുത്തു 1.5 ഇൻറ്റു 127.95. വി ഗോട്ട് 191.925 kilo Newton meter. As per IS 456/2000 page number 96 annexure G ല് നമുക്ക് ഇക്വേഷൻ അവൈലബിൾ ആണ്. mu limit equal to 0.36 xu max by d into 1 minus 0.42 xu max by d into b d square fck.
XUmax by D നമുക്ക് പേജ് നമ്പർ 70 കറസ്പോണ്ടിങ് ടു FY 415 0.48 ആണ്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് അറിയാൻ വയ്യാത്തത് D മാത്രമാണ്. മൊമെന്റ് 191.925 into 10⁻⁶ equal to 0.36 into XUmax by D 0.48 into 1 minus 0.42 into 0.48 into B നമ്മൾ assume ചെയ്തേക്കുന്നത് 1 meter. So 1000 into D ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് into FCK 25. അപ്പൊ നമുക്ക് D required 235.89 mm കിട്ടും. നമുക്ക് D required 235 ആണ്. അങ്ങനെയാണെങ്കിൽ D പ്രൊവൈഡഡ് നോക്കാം. നമ്മൾ ക്ലിയർ കവർ 75 mm എടുത്തു. 12 mm ഡയാബാസ് യൂസ് ചെയ്യുന്നു. ഇതിന് ടോയ്ക്ക് നമ്മൾ 12 mm ഡയാബാസ് യൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ D പ്രൊവൈഡഡ് ക്യാപിറ്റൽ D 610 മൈനസ് കവർ മൈനസ് ഡയാ ബൈ 2 12/2. സോ നമുക്ക് 529 mm വരും. D പ്രൊവൈഡഡ് 529 ആണ്. D റിക്വയർഡ് 235 ആണ്. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ D റിക്വയർഡ്, ഹെൻസ് സേഫ്. ഓക്കെ ആണോ? നമുക്ക് ഇനി ഇപ്പൊ D ഓക്കെ ആയി. ഇനി നമുക്ക് AST ഏരിയ ഓഫ് സ്റ്റീൽ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, നമുക്ക് അത് നോക്കാം. ഫ്രം IS 456/2000 പേജ് നമ്പർ 96 അനക്സ് ജിയില് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. AST ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഏരിയ ഓഫ് സ്റ്റീൽ കാൽക്കുലേറ്റ് ചെയ്യാൻ. വി നോ ദാറ്റ് MU equal to 0.87 FY AST into D into 1 minus FY AST by FCK BD. ഇതിനകത്ത് നമുക്ക് AST ഫൈൻഡ് ഔട്ട് ചെയ്യണം. MU നമുക്ക് 191.925 into 10⁻⁶ 0.87 FY 415 AST ആണ് കാണേണ്ടത്. D ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 529. Then FY AST FCK 25 1529. അപ്പൊ നമുക്ക് AST പ്രൊവൈഡഡ് 1038.703 mm സ്ക്വയർ കിട്ടും. മിനിമം AST 0.12% ഓഫ് ഗ്രോസ് ഏരിയ ആണ്. ഓക്കെ, 0.12 by 100 into ഗ്രോസ് ഏരിയ BD 1000 into 610. നമുക്ക് 732 mm സ്ക്വയർ ആണ് കിട്ടുന്നത്. AST പ്രൊവൈഡഡ് നമുക്ക് 1038.7 ആണ്. സോ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ AST മിനിമം, ഹെൻസ് സേഫ്. നമുക്ക് യൂസ് 12 mm ഡയാബാസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ബാസ് കാൽക്കുലേറ്റ് ചെയ്യാം. ക്യാപിറ്റൽ AST ബൈ സ്മോൾ AST. ക്യാപിറ്റൽ AST എത്രയായിരുന്നു? 1038.703 ഡിവൈഡഡ് ബൈ സ്മോൾ AST π/4 12 സ്ക്വയർ. സോ നമുക്ക് 9.18 ആണ് വരുന്നത്. 10 ബാസ് കൊടുത്തു. Therefore, നമുക്ക് സ്പേസിംഗ് കാണാം 1 meter 1000 by 10 bars ഉണ്ട്. സോ നമുക്ക് 100 mm സ്പേസിംഗ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. പ്രൊവൈഡ് 10 numbers of 12 mm ഡയാബാസ് അറ്റ് 100 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ്. ടോ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ് കൂടെ കാണാം. ഫോർ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് മിനിമം AST. മിനിമം AST എത്രയായിരുന്നു? ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 732 mm സ്ക്വയർ. ഓക്കെ, 8 mm ബാസ് യൂസ് ചെയ്യാം. നമ്പർ ഓഫ് ബാസ് കണ്ടുപിടിക്കാം. 732 by π/4 8 സ്ക്വയർ. നമുക്ക് 14.56 വരും. 14 ബാസ് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്പേസിംഗ് കൂടെ നോക്കിയേക്കാം. 1000 by 14 നമ്പർ ഓഫ് ബാസ് 71.42 വന്നു. 80 mm ആയിട്ട് റൗണ്ട് ചെയ്തു. സോ നമുക്ക് വീണ്ടും പ്രൊവൈഡ് ചെയ്യാം ഡിസ്ട്രിബ്യൂഷൻ ബാസ് ആയിട്ട് 8 mm ഡയാബാസ് ആയിട്ട് 80 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ് ആസ് ഡിസ്ട്രിബ്യൂഷൻ ബാസ് ഇൻ ടോ സ്ലാബ്. ഇനി നമുക്ക് ഷിയറും കൂടി ചെക്ക് ചെയ്യണം. ചെക്ക് ഫോർ ഷിയർ അറ്റ് ടോ. ഓക്കെ, ചെക്ക് ഫോർ ഷിയർ അറ്റ് ടോ. ടോയിലെ ഷിയർ ഒന്ന് ചെക്ക് ചെയ്യണം. ആസ് പെർ IS 456/2000 പേജ് നമ്പർ 72 ക്ലോസ്. യെസ്, 40.1 നമ്മൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് അറിയാവുന്നതാണ്. 40.1 എന്താ? നോമിനൽ ഷിയർ സ്ട്രെസ് ടോ ഈക്വൽ ടു VU by BD. VU നമ്മൾ ലോഡ് ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 161.029. നമ്മൾ അതിനെ ഫാക്ടേർഡ് ലോഡ് ആക്കി ഇൻറ്റു 1.5 കിലോ ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ ആക്കി 10⁻³ ഡിവൈഡഡ് ബൈ B 1000 ഇൻറ്റു D 529. നമുക്ക് 0.46 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ് കിട്ടുന്നത്. സോ നമുക്ക് ടോ സി വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. പേജ് നമ്പർ 73 ടേബിൾ 19 യൂസ് ചെയ്തുകൊണ്ട് പെർസെന്റേജ് ഓഫ് സ്റ്റീൽ കാൽക്കുലേറ്റ് ചെയ്യാം. 100 AST by BD 100 into AST എത്രയായിരുന്നു? 1038.78. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിവൈഡ് ബൈ 1000 into 100 into 529. 100 into 1038.703 ഡിവൈഡ് ബൈ 1000 into 529. നമുക്ക് കിട്ടുന്നത് 0.2% ആണ്. നമുക്ക് M25 കറസ്പോണ്ടിങ് ആയിട്ട്
ഉള്ള വാല്യൂസ് നോക്കണം. 0.2 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. 0.15 0.29 0.25 0.36 അങ്ങനെയാണെങ്കിൽ 0.2 നോക്കുക. നമുക്ക് ടോസി വാല്യൂ കിട്ടുന്നത് 0.325 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. ചെക്ക് ചെയ്യുക. നമുക്കിവിടെ ടോ വി 0.46 ആണ്. ടോ വി ഗ്രേറ്റർ ദാൻ ടോ സി വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഹെൻസ് ദ സെക്ഷൻ ഈസ് നോട്ട് സേഫ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷിയർ റീൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. യു ഹാവ് ടു പ്രൊവൈഡ് ഷിയർ റീൻഫോഴ്സ്മെന്റ്. നമുക്കത് ഡിസൈൻ ചെയ്യാനായിട്ട് പോവണ്ട. നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിന് ഇപ്പൊ നോട്ട് സേഫ് എന്ന ഒരു കേസ് വരുന്നതെങ്കിൽ പ്രൊവൈഡ് ഷിയർ റീൻഫോഴ്സ്മെന്റ് എന്ന് എഴുതുക. ആസ് പെർ IS 456/2000 ക്ലോസ് 40.4. ഓക്കെ, നമ്മുടെ പേജ് നമ്പർ എത്രയായിരുന്നു നമ്മളിപ്പോ പറഞ്ഞ 72 തന്നെ കണ്ടോ. എല്ലാവരും ഒന്ന് എടുത്തേ. പേജ് നമ്പർ 72. ഓക്കെ, സി ഹിയർ നമുക്ക് ഇവിടെയായിരുന്നു നോമിനൽ ഷിയർ സ്ട്രെസ്സിന്റെ ചെക്ക് ചെയ്ത് നമുക്ക് ടോ വി ഈക്വൽ ടു VU ബൈ BD 40.1 നമുക്കിപ്പം അൺസേഫ് ആണ് വന്നത്. ടോ വി ഗ്രേറ്റർ ദാൻ ടോ സി. വെൻ ടോ വി നമ്മളിവിടെ എടുത്തേക്കുന്ന ക്ലോസ് പ്രൊവൈഡ് ഷിയർ റീൻഫോഴ്സ്മെന്റ് ആസ് പെർ ക്ലോസ് 40.4 IS 456 ആയിരുന്നു. 40.4 എന്ന് റീഡ് ചെയ്യാം. ഡിസൈൻ ഓഫ് ഷിയർ റീൻഫോഴ്സ്മെന്റ് നമുക്ക് ഷിയർ റീൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഡിസൈൻ ചെയ്യുന്നു പോകണ്ട, യൂണിവേഴ്സിറ്റിക്ക് നിങ്ങളിങ്ങനെ എഴുതി വെച്ചാൽ മതിയും. പക്ഷെ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ടോ വി എക്സീഡ്സ് ടോ സി. നമുക്ക് ടോ സിനെക്കാട്ടിലും ടോ വി എക്സീഡ് ചെയ്യുവാണെങ്കിൽ ഓക്കെ, ഷിയർ റീൻഫോഴ്സ്മെന്റ് ഷാൽ ബി പ്രൊവൈഡഡ് ഇൻ എനി ഓഫ് ദ ഫോളോയിങ് ഫോംസ്. ഈ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും പ്രകാരം പ്രൊവൈഡ് ചെയ്യണമെന്ന്. ഒന്നുകിൽ വെർട്ടിക്കൽ സ്റ്റിറപ്സ്, ബെൻഡ് അപ്പ് ബാസ് അലോങ് വിത്ത് സ്റ്റിറപ്സ് ആൻഡ് ഇൻക്ലൈൻഡ് സ്റ്റിറപ്സ്. ഈ രീതിയിൽ പ്രൊവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സോ നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് അല്ലെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്ന ടൈമിൽ നോട്ട് സേഫ് ആണെങ്കിൽ ഇങ്ങനെ എഴുതാൻ മറക്കരുത്. ഓക്കെ, ഡിസൈൻ ഓഫ് സ്റ്റെപ്പ് നമ്പർ 6 ഡിസൈൻ ഓഫ് ഹീൽ സ്ലാബ് ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഹിയർ നമ്മുടെ കാന്റിലിവർ റിട്ടേണിംഗ് വോളിന്റെ ഈ ഒരു പാർട്ട് ഞാൻ ഇവിടെ അനാലിസിസിന് വേണ്ടിയിട്ട് സെക്ഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 2.2 എന്ന് എടുത്തു. നമ്മൾ ടോ സ്ലാബ് നേരത്തെ എടുത്തപ്പം സെക്ഷൻ 1.1 ആയിരുന്നു എടുത്തത്. ഹിയർ നമ്മൾ ഹീൽ സ്ലാബ് എടുത്തപ്പം ഇവിടെ വെച്ച് സെക്ഷൻ ക്രിട്ടിക്കൽ സെക്ഷൻ നമ്മൾ എടുത്തേക്കുന്നത് 2.2 ഹിയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പാർട്ട് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്കപ്പോൾ ഇതൊരു പാർട്ട്, അതായത് എർത്ത് വരുന്നിടം ഒരു പാർട്ട്, നമ്മുടെ ബേസ് സ്ലാബിന്റെ ഈ ഹീൽ പോർഷൻ ഒരു പാർട്ട്, പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാമിലെ ഈ പോർഷനെ തന്നെ ഞാനൊരു റെക്ടാങ്കിളും ട്രയാങ്കിളും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇവിടുത്തെ മാക്സിമം പ്രഷറും ഇവിടുത്തെ മിനിമം പ്രഷറും അറിയാം. ഈ ഒരു പൊസിഷനിലെ പ്രഷർ അറിയത്തില്ല. ഇത് ഡിവൈഡ് ചെയ്യുമ്പം ഈ ഒരു പാർട്ടിലെ പ്രഷർ എന്ന് പറഞ്ഞാൽ 59.718 തന്നെയാണ്. നമുക്കിനി ഈ ട്രയാങ്കിൾ പോർഷന്റെ മതി. സോ നമ്മൾ സിമിലർ ട്രയാങ്കിൾ സോൾവ് ചെയ്തു. 132.38 മൈനസ് 59.78 ബൈ 4.6, അതായത് ഈ പാർട്ട് വരും, ഈക്വൽ ടു ഇതിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. എക്സ് ഡിവൈഡ് ബൈ ഈ ഒരു ലെങ്ത് 2.46 ഈ ലെങ്ത് വരും. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ് 38.85 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനാണ് കിട്ടിയത്. സോ നമുക്ക് അൺനോൺ ആയിട്ട് ആ ഒരു വാല്യൂ ഉള്ളായിരുന്നു. സോ നമുക്ക് അതും കിട്ടി. നമുക്കിനി കാൽക്കുലേഷനിലേക്ക് വരാം. ടോട്ടൽ ലോഡും മൊമെന്റും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. പൊസിഷൻ, ലോഡ് ഇൻ കിലോ ന്യൂട്ടൺ, ഡിസ്റ്റൻസ് ഫ്രം സെക്ഷൻ 2 അത് നമുക്ക് മീറ്ററിൽ കിട്ടും. ദെൻ മൊമെന്റ് കിലോ ന്യൂട്ടൺ മീറ്റർ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് നമ്മൾ 4 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് പോർഷൻ നോക്കിക്കേ, അതൊരു റെക്ടാംഗുലർ പോർഷൻ ആണ്. സോ നമുക്ക് ബി ഇൻറ്റു ഡി ചെയ്താൽ മതി. ബി നമുക്ക് 2.46, ഡി നമ്മുടെ വെർട്ടിക്കൽ സ്റ്റെമ്മിന്റെ വരും, അതായത് 6.99 ഇൻറ്റു 1 മീറ്റർ ലെങ്ത്. അതെന്താ, എർത്ത് ഫില്ലിംഗ് ആയതുകൊണ്ട് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ 17.5. നമുക്കിനി സെക്ഷൻ 2.2 ഇതിന്റെ CG എന്നുള്ള ഡിസ്റ്റൻസ്, ഇത് റെക്ടാംഗിൾ ആണല്ലോ. സോ 2.46/2 നമുക്ക് മൊമെന്റ് 370.13 കിലോ ന്യൂട്ടൺ മീറ്റർ വരും. ഇത് നമുക്ക് ഡൗൺവേർഡ് ആയിട്ടാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിരിക്കും. ഇനി നമുക്ക് സെക്കൻഡ് വരാം. ദാറ്റ് മീൻസ് ഈ ഒരു പോർഷൻ, ഹീൽ പോർഷൻ വരുന്നത്, അതും ഒരു റെക്ടാംഗുലർ സെക്ഷൻ ആണ്. സോ നമുക്ക് 2.46ഉം ഡെപ്ത് നമുക്ക് വരുന്നത് 0.61 ആണ്. ഇൻറ്റു ലെങ്ത് 1. ഇതെന്താ, കോൺക്രീറ്റാ. സോ നമ്മൾ യൂണിറ്റ് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ് 25 ഇട്ടു. ഇതിന്റെ CG ഇന്ന് സെക്ഷൻ 2.2 സോ ഇതൊരു റെക്ടാംഗിൾ ആണ്. 2.46/2 നമുക്ക് മൊമെന്റ് 46.143 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇതും ഡൗൺവേർഡ് ആയിട്ടാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. സോ ക്ലോക്ക് വൈസ് മൊമെന്റ് സെക്ഷൻ 2.2. ദെൻ തേർഡ് നമുക്കൊരു വീണ്ടും നമ്മളൊരു റെക്ടാംഗുലർ പോർഷൻ ആണ്. സോ അതിന്റെ വിഡ്ത്ത് 2.46 ആണ്.
ഡെപ്ത് ആയിട്ട് നമുക്ക് പ്രഷർ ആണ് ആക്ട് ചെയ്യുന്നത് 59.718 കിലോ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. സോ ഇൻറ്റു 1 നമുക്ക് അതിന്റെ CG എന്താ ഈ ഒരു ഡിസ്റ്റൻസ് 2.46 ആയതുകൊണ്ട് ബൈ 2 റെക്ടാംഗുലർ ആയതുകൊണ്ട് സോ നമുക്ക് മൊമെന്റ് 180.6947 കിലോ ന്യൂട്ടൺ മീറ്റർ കിട്ടും. പക്ഷെ അത് ആന്റി ക്ലോക്ക് വൈസ് വൈ നമുക്ക് അപ്വേർഡായിട്ടാണ് പ്രഷർ ആക്ട് ചെയ്യുന്നത്. സോ ആന്റി ക്ലോക്ക് വൈസ് അപ്വേർഡ് അല്ലേ, സോ ഇങ്ങനെ വരും. ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് വരുന്നത്. ഇനി നമുക്കൊരു ട്രയാങ്കുലർ പോർഷനേ വരുന്നുള്ളൂ. സി ഹാഫ് ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ് 2.46 പിന്നെ നമുക്ക് ഈ ഒരു പ്രഷറാണ്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 38.85 ഇൻറ്റു 1. ഓക്കെ, ഇതിന്റെ CGന്ന് ഇങ്ങോട്ടേക്ക് ട്രയാങ്കുലർ ആണ്, ഇതിന്റെ CG ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ എന്താ h/3. h എന്താ 2.46/3. സോ നമുക്ക് മൊമെന്റ് 39.184 ആണ്. ഇതും നമുക്ക് ആന്റി ക്ലോക്ക് വൈസ് വൈ അപ്വേർഡ് ആണ് പ്രഷർ. സോ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഹിയർ നമ്മൾ ക്ലോക്ക് വൈസ് മൊമെന്റ് പോസിറ്റീവും ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് നെഗറ്റീവും. ഡൗൺവേർഡ് ലോഡ് നെഗറ്റീവും അപ്വേർഡ് ലോഡ് പോസിറ്റീവ്. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ടോട്ടൽ ലോഡ് 143.744 കിലോ ന്യൂട്ടൺ വരും. ആൻഡ് ടോട്ടൽ മൊമെന്റ് നമുക്ക് 196.39 കിലോ ന്യൂട്ടൺ മീറ്റർ. ദാറ്റ് മീൻസ് 196.39 കിലോ ന്യൂട്ടൺ മീറ്റർ കിട്ടും. നമുക്ക് എന്താ ലോഡും മൊമെന്റും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ഫാക്ടേർഡ് മൊമെന്റ് വേണം ഇൻറ്റു 1.5. 196.39 ഇൻറ്റു 1.5 294.585. ഞാൻ റൗണ്ട് ചെയ്ത് 295 കിലോ ന്യൂട്ടൺ മീറ്റർ എടുത്തു. നെക്സ്റ്റ് നമുക്ക് ഡി ചെക്ക് ചെയ്യാം. എങ്ങനെ? ആസ് പെർ IS 456/2000 പേജ് നമ്പർ 96 അനക്സ്റ്റർ ജിയിൽ 1.1 സിയിൽ കിടപ്പുണ്ട് ഇക്വേഷൻ. mu ലിമിറ്റ് ഈക്വൽ ടു 0.36 xu max by d ഇൻറ്റു 1 മൈനസ് 0.42 xu max by d ഇൻറ്റു BD സ്ക്വയർ FCK. ഇപ്പം നമ്മൾ കുറെ വീഡിയോ ചെയ്തുകൊണ്ട് അറിയാം xu max d എന്ന് പറയുന്നത് പേജ് നമ്പർ 70 FY 450 കറസ്പോണ്ടിങ് ആയിട്ട് xu max by d നമുക്ക് 0.48 ആണ്. സോ നമുക്ക് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് അൺനോൺ ആയിട്ട് മൊമെന്റ് നമുക്ക് 295 ആണ്. ഇൻറ്റു 10�6 ചെയ്യുമ്പോൾ ന്യൂട്ടൺ mm ആവും. xu max by d ക്ക് നമ്മൾ 0.48 കൊടുത്തു. പിന്നെ നമുക്ക് ബി നമ്മൾ അസ്യൂം ചെയ്തു 1 മീറ്റർ ആണ്. സോ നമുക്ക് ഡി റിക്വയർഡ് കിട്ടുന്നത് 292.45 mm ആണ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ കവർ നമുക്ക് 75 mm കൊടുക്കാം. 12 mm ഡയാബാസ് നമുക്ക് ഹീലിനും യൂസ് ചെയ്യാം. നമ്മൾ ടോയ്ക്കും 12 ആയിരുന്നു. സോ നമുക്ക് ഡി പ്രൊവൈഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്ത് ടോട്ടൽ ഡെപ്ത് 610 മൈനസ് 75 കവർ മൈനസ് ഡയാബൈ 2. ഓക്കെ, നമുക്ക് 529 m കിട്ടും. ഇവിടെ പ്രൊവൈഡഡ് ഗ്രേറ്റർ ദാൻ പ്രൊവൈഡഡ് എത്ര ആയിരുന്നു 529, നമുക്ക് റിക്വയർഡ് 292 ആണ്. സോ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഡി റിക്വയർഡ്, ഹെൻസ് സേഫ്. നമുക്കപ്പം ഡി ഓക്കെ ആയി, ഡെപ്ത് ഓക്കെ ആയി. സോ നമുക്ക് ഇനി എന്താ ഏരിയ ഓഫ് സ്റ്റീൽ പ്രൊവൈഡഡ് നോക്കാം. ഏരിയ ഓഫ് സ്റ്റീൽ പ്രൊവൈഡഡ് എഗെയിൻ നമ്മൾ പേജ് നമ്പർ 96 IS 456/2000 അനക്സ്റ്റർ ജിയിൽ ബിയുടെ ഇക്വേഷൻ എടുക്കാം. ബിയിൽ കിടക്കുന്നത് mu ഈക്വൽ ടു 0.87 FI AST D ഇൻറ്റു 1 മൈനസ് AST FI BD FCK. ഇതിനകത്ത് ഈ ഒരു ടേം FY AST by BD FCKക്ക് നമുക്ക് എയിൽ കിടക്കുന്ന ഇക്വേഷൻ വെച്ചിട്ട് 0.42 XU by D എന്ന് കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. AST പ്രൊവൈഡഡ് നമുക്ക് 1934.542 mm സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഏരിയ പ്രൊവൈഡ് മിനിമം AST വി നോ ദാറ്റ് 0.12% ഓഫ് ഗ്രോസ് ഏരിയ ആണ്. സോ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.12 by 100 ഇൻറ്റു 1000 ഇൻറ്റു 610 732 mm സ്ക്വയർ കിട്ടും. AST പ്രൊവൈഡഡ് എത്ര ആയിരുന്നു 1934. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ AST മിനിമം, ഹെൻസ് സേഫ്. ഓക്കെ, നമുക്ക് 12 mm ഡയാബാസ് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ബാസ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ AST ബൈ സ്മോൾ AST. 1934.54 ഡിവൈഡ് ബൈ π/4 ഇൻറ്റു 12 സ്ക്വയർ നമുക്ക് 17.10 കിട്ടും. 18 ബാസ് ആയിട്ട് കൊടുക്കാം. സ്പേസിംഗ് കൂടെ നോക്കാം. സ്പേസിംഗ് 1 മീറ്റർ 1000 by 18 ബാസ് നമുക്ക് 55.55 ആണ്. 60 mm ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം 18. ഓക്കെ, കണ്ടില്ല? ഓക്കെ, 12 mm ഡയാബാസ് യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ബാസ് ക്യാപിറ്റൽ AST ബൈ സ്മോൾ AST. അപ്പൊ നമുക്ക് 1934.54 ബൈ സ്മോൾ AST π/4 12 സ്ക്വയർ നമുക്ക് 17.1 വരും. റൗണ്ട് ചെയ്ത് 18 ബാസ് കൊടുക്കാം. സ്പേസിങ് 1000 by 18 വരുമ്പോൾ നമുക്ക് 55.55, അതായത് ഞാൻ 60 mm ആയിട്ട് റൗണ്ട് ചെയ്തു. സോ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം 18 ബാസ് ഓഫ് 12 mm ഡയാബാസ് അറ്റ് 60 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ്.
അറ്റ് ടോപ്പ് ഫേസ് ഓഫ് ഹീൽ സ്ലാബ്. ഹീൽ സ്ലാബിന്റെ ടോപ്പ് ഫേസിലായിട്ട് കൊടുക്കാം. ഓക്കെ. ഡിസ്ട്രിബ്യൂഷൻ ബാസ്, നമുക്കിനി ഹീൽ സ്ലാബിൽ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ബാസ് പ്രൊവൈഡ് ചെയ്യാം. മിനിമം AST പ്രൊവൈഡ് ചെയ്യാം. ദാറ്റ് മീൻസ് 732 mm². 8 mm ഡയാബാസ് യൂസ് ചെയ്യാം. നമ്പർ ഓഫ് ബാസ് ഈക്വൽ ടു ക്യാപിറ്റൽ AST ബൈ സ്മോൾ AST. ക്യാപിറ്റൽ AST എന്ന് പറഞ്ഞാൽ നമ്മൾ മിനിമം റീൻഫോഴ്സ്മെന്റ് ആണ് 732 mm² ബൈ π/4 A². നമുക്ക് 14.56 ആണ് 16 ബാസ് ആയിട്ട് കൊടുക്കാം. സ്പേസിംഗ് 1000 ബൈ 16 ആണ് 16. സോ നമുക്ക് 62.5 mm വരും. ദാറ്റ് ഈസ് 70 mm ആയിട്ട് റൗണ്ട് ചെയ്തു. Provide 8 mm diabars at 70 mm center to center spacing on either side of the top face. ഹീൽ സ്ലാബിൽ നമ്മൾ ടോപ്പ് ഫേസിലാണ് വരുന്നത്. അതിന്റെ either സൈഡിൽ കൊടുക്കാം. ഇനി നമുക്ക് ചെക്ക് ഫോർ ഷിയർ അറ്റ് ഹീലും കൂടി നോക്കാം. ആസ് പെർ IS 456/2000 പേജ് നമ്പർ 72 ക്ലോസ് 40.1 ഷിയർ ചെക്ക് ചെയ്യാം ഹീലിലെ. ടോ വി ഈക്വൽ ടു നോമിനൽ ഷിയർ സ്ട്രെസ് ടോ വി ഈക്വൽ ടു VU ബൈ BD. നമ്മളിവിടെ ലോഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 143.744 ഇൻറ്റു ഫാക്ടേഡ് ആക്കി 1.5 ഇൻറ്റു 10⁻³ ബൈ 1000 ഇൻറ്റു D529. നമുക്ക് കിട്ടുന്നത് 0.407 Nm/mm² ആണ്. നമുക്ക് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ 73 പേജിലുണ്ട്. പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ 100 AST ബൈ BD ആണ്. 100 ഇൻറ്റു AST നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്താണ് 1934.54 ഡിവൈഡ് ബൈ 1000 ഇൻറ്റു 529. നമുക്ക് 0.365% കിട്ടും. സോ നമുക്ക് ഇന്റർപുലേറ്റ് ചെയ്യണം കറസ്പോണ്ടിങ് ടു M25. 0.25 0.36. നമുക്ക് വേണ്ടത് 0.365. 0.5 0.49. നമുക്ക് ടോസി വാല്യൂ കിട്ടുന്നത് 0.4198. ദാറ്റ് മീൻസ് 0.42. ടോ വി 0.407 ആയിരുന്നു. സോ ടോ വി ലെസ് ദാൻ ടോസി ആണ്. ഹെൻസ് സേഫ്. നമുക്ക് ഹീലിൽ സേഫ് ആണ്. ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ് 7 ഡിസൈൻ ഓഫ് ഷിയർ കീ. നമുക്ക് ഫാക്ടർ സേഫ്റ്റി അഗൻസ്റ്റ് സ്ലൈഡിങ് അൺസേഫ് ആയിരുന്നു. സോ നമ്മൾ പറഞ്ഞിരുന്നു ഷിയർ കീ പ്രൊവൈഡ് ചെയ്യണമെന്ന്. സോ ദ വാൾ ഈസ് അൺസേഫ് ഇൻ സ്ലൈഡിങ്, വി ഹാവ് ടു പ്രൊവൈഡ് എ ഷിയർ കീ. സി, ഇതാണ് നമ്മുടെ കാന്റിലിവർ റിട്ടേണിംഗ് വോൾ. സോ നമ്മൾ ഷിയർ കീ പ്രൊവൈഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ. ഷിയർ കീയുടെ ഡെപ്ത് ആയിട്ടാണ് D കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഈ ഒരു ഷിയർ കീ ഇവിടെയാണ് നമുക്ക് പാസീവ് എർത്ത് പ്രഷർ വരുന്നുണ്ട്. സോ നമുക്ക് അതിന്റെ കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഒരു ഫേസിൽ അതായത് ടോ സൈഡ് വരുന്ന ഈ ഒരു ഫേസിലെ പ്രഷർ, ദ പ്രഷർ അറ്റ് ദ ഫേസ് ഓഫ് ദ ഷിയർ കീ, ഇവിടുത്തെ പ്രഷർ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 108.208 kN/m². സോ നമ്മൾ അത് എടുത്തു. പ്രഷർ അറ്റ് ദ ഫേസ് ഓഫ് ദ ഷിയർ കീ. ഓക്കെ. ഫേസ് ഓഫ് ദ ഷിയർ കീയിലെ പ്രഷർ അത് 108.208 നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ് kN/m². ദെൻ കോഎഫിഷ്യന്റ് ഓഫ് പാസീവ് എർത്ത് പ്രഷർ KP 1 + sin⁵. KP ഈക്വൽ ടു 1 + sin⁵ ബൈ 1 - sin⁵. സോ ഫൈയുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ് 30 ഡിഗ്രി. സോ നമുക്ക് KP 3 കിട്ടും. ഇനി ഞാൻ ഡെപ്ത് D ആയിട്ട് എടുത്തു എന്ന് പറഞ്ഞു. സോ ഡെപ്ത് ഓഫ് ദ ഷിയർ കീ ഈക്വൽ ടു D. നമുക്ക് D കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് എന്താ ഷിയർ കീന്റെ ഈ ഡെപ്തും ഈ വിഡ്ത്തും ഡിസൈൻ ചെയ്താൽ മതിയാവും. ഓക്കെ. ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ഷിയർ കീ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് പാസീവ് എർത്ത് പ്രഷർ ഇൻറ്റു D ഇൻറ്റു പ്രഷർ അറ്റ് ദ ഫേസ് ഓഫ് ദ ഷിയർ കീ. സോ KP നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് 3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. D വി ഡോണ്ട് നോ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ പ്രഷർ അറ്റ് ദ ഫേസ് ഓഫ് ദ ഷിയർ കീ നമ്മൾ 108.208. സോ നമുക്ക് 324.624 D എന്ന് കിട്ടും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷനിലേക്ക് വരാം. ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗൻസ്റ്റ് സ്ലൈഡിംഗ് എലോങ് വിത്ത് ഷിയർ കീ എടുക്കണേ. ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗൻസ്റ്റ് സ്ലൈഡിംഗ് എലോങ് വിത്ത് ഷിയർ കീ. സോ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വരും. ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈക്വൽ ടു 0.9 μW ബൈ PA ആയിരുന്നു. പ്ലസ് നമുക്ക് റെസിസ്റ്റൻസ് വരും. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.4. ഓക്കെ. μW നമുക്കറിയാം. റെസിസ്റ്റൻസ് നമ്മളിപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു. PA ഹാഫ് KA ഇൻറ്റു ഗാമ ഇൻറ്റു h², ടോട്ടൽ ഹൈറ്റ്. സോ നമുക്ക് 1.4 ആയിട്ടായിരുന്നു ചെക്ക് ചെയ്യേണ്ടത്. 1.4 ഈക്വൽ ടു 0.9 ഇൻറ്റു μ 0.5 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. W നമ്മൾ ഏറ്റവും തേർഡ് സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 441.83 പ്ലസ് റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ഷിയർ കീ ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 324.624 D ഡിവൈഡഡ് ബൈ PA ഹാഫ് ഇൻറ്റു
KA 0.33 into gamma unit weight of soil 17.5 into total height 7.6 square. So നമുക്ക് അതിൽ നിന്ന് D കിട്ടും, അതായത് ഡെപ്ത് ഓഫ് ദ ഷിയർ കീ കിട്ടും 0.106 mm എന്ന് വരും. സോ 0.106 മീറ്റർ എന്ന് വരും. ഞാൻ 106 mm, പക്ഷെ അത് വളരെ ചെറുതായി ഇച്ചിരിയേ ഉള്ളൂ. സോ ഞാൻ 300 mm പ്രൊവൈഡ് ചെയ്തു. നമ്മുടെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് വിഡ്ത്ത് നമ്മുടെ ബോട്ടം ഓഫ് ദ സ്റ്റെം തന്നെ പ്രൊവൈഡ് ചെയ്തു. ദാറ്റ് മീൻസ് ബോട്ടം ഓഫ് ദ സ്റ്റെം എത്രയായിരുന്നു? 610 mm ആയിരുന്നു. സോ അത്രയും തന്നെ ഷിയർ കീക്ക് വിഡ്ത്ത് കൊടുത്തു. വിഡ്ത്ത് ഞാനിവിടെ 610 mm തന്നെ എടുത്തു. സോ നമുക്ക് അറ്റ് ലാസ്റ്റ് പ്രൊവൈഡ് എ ഷിയർ കീ ഓഫ് ഡെപ്ത് 300 ആൻഡ് വിഡ്ത്ത് 610 mm. ഓക്കെ, നമുക്ക് ഇനി ഡീറ്റെയിലിംഗ് കൂടി നോക്കാം. സ്റ്റെപ്പ് നമ്പർ 8 ഡീറ്റെയിലിംഗ്. കാന്റിലിവർ റീറ്റെയിനിങ് വോളിന്റെ ഫിഗർ ആണിത്. ഓക്കെ, നമുക്ക് റീൻഫോഴ്സ്മെന്റ് നോക്കാം. ഡീറ്റെയിലിംഗ് ആണ്. ഓക്കെ, ദിസ് ഈസ് കാന്റിലിവർ റീറ്റെയിനിങ് വോൾ. ഇത് സ്റ്റെം ആൻഡ് ദിസ് ഈസ് ടോപ്പ് പോർഷൻ ആൻഡ് ദിസ് ഈസ് ഹീൽ പോർഷൻ. ഇതാണ് നമ്മൾ ഷിയർ കീ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇത്രയും. ഓക്കെ, ഇത്രയാണ് ഷിയർ കീ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് ലോങ്റ്റിറ്റ്യൂഡിനൽ സെക്ഷൻ, ഇത് സെക്ഷണൽ എലിവേഷൻ. ഓക്കെ, സെക്ഷണൽ എലിവേഷനും ഇത് ലോങ്റ്റിറ്റ്യൂഡിനൽ സെക്ഷനും. ആദ്യം നമുക്ക് ഡയമെൻഷനിലേക്ക് പോവാം. 0.2 മീറ്റർ, ബോട്ടം വിഡ്ത്ത് 0.61 മീറ്റർ, ടോയുടെ പ്രൊജക്ഷൻ 1.533, ഹീലിന്റെ പ്രൊജക്ഷൻ 2.46, വെർട്ടിക്കൽ സ്റ്റെമ്മിന്റെ ഹൈറ്റ് 6.9, തിക്നെസ് ഓഫ് ദ സ്ലാബ് 0.61, ബേസ് വിഡ്ത്ത് 4.6 മീറ്റർ. ഓക്കെ, ഇത്രയും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ആദ്യം സ്റ്റെം ഡിസൈൻ ചെയ്തു. സ്റ്റെം ഡിസൈൻ ചെയ്തപ്പോൾ നമുക്ക് 16 numbers of 16 mm ഡയാ ബാസ് ആയിരുന്നു കിട്ടിയത്. ഓക്കെ, റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് നമുക്ക് വന്നത് 8 mm ഡയാ ബാസ് അറ്റ് 170 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ് ആയിരുന്നു. സോ നമുക്ക് ഈ വെർട്ടിക്കലായിട്ട് കാണുന്നില്ലേ, ലോങ്റ്റിറ്റ്യൂഡിനൽ ഇതായിട്ട് കാണുന്നത്, അതാണ് നമുക്ക് 16 numbers 16 mm ഡയാ ബാസ്. അതായത് ദിസ് വൺ, നമ്മുടെ ഇത് 16 numbers ഓഫ് 16 mm ഡയാ ബാസ്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് കാണുന്നില്ലേ ഈ 8 mm ഡയാബാസ് അറ്റ് 170. ഇത് 8 mm ഡയാബാസ് അറ്റ് 170 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ്. ഓക്കെ, അതായത് ഈ സ്പേസിംഗ് ആണ് 170 mm പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഈ സൈഡിലുള്ളത്, ഇത് ഇവിടെ നമ്മൾ മെയിൻ റീൻഫോഴ്സ്മെന്റും ഡിസ്ട്രിബ്യൂഷൻ റീൻഫോഴ്സ്മെന്റിനും ഈ ഒരു പാർട്ടിലായിട്ട് നമ്മൾ മെയിനും ഡിസ്ട്രിബ്യൂഷനും നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ബാർ ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് 8 mm ഡയാ അറ്റ് 170 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ്. മെയിൻ ആയിട്ടും ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ റീൻഫോഴ്സ്മെന്റ് തന്നെയായിരിക്കും. ദാറ്റ് മീൻസ് 8 mm ഡയാബാസ് അറ്റ് 170 തന്നെയായിരിക്കും നമ്മൾ ഇവിടെ മെയിൻ ആയിട്ടും ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടും കൊടുക്കുന്നത്. ഇവിടുത്തെ മെയിൻ 16 numbers ഓഫ് 16 mm ഡയാബാസ് ആയിരിക്കും. ഓക്കെ, നമുക്ക് 70 mm ആയിരുന്നു സ്പേസിംഗ് പറഞ്ഞിരുന്നത് മെയിൻ്റെത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെയും 70 mm ആയിരിക്കും സ്പേസിങ് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ സ്റ്റെമ്മിന്റെ റീൻഫോഴ്സ്മെന്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ടോയിലേക്ക് വരാം. ടോയിൽ നമ്മൾ മെയിൻ റീൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്, കാരണം സ്റ്റെമ്മും ടോയും ഹീലും എല്ലാം കാന്റിലിവർ ആക്ഷൻ ആണ്. സോ നമ്മൾ ഇവിടെ ബോട്ടത്തിലായിരിക്കും മെയിൻ റീൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ റീൻഫോഴ്സ്മെന്റ്. ഇത് എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? 12 mm ഡയാ അറ്റ് 100 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ് ആയിരുന്നു. ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് ഇതല്ല, ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് 8 mm ഡയാബാസ് ആയിരുന്നു അറ്റ് 80 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ വരുമ്പോ മെയിൻ വരുന്നത് 12 mm ഡയാ അറ്റ് 100 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ്. നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് വരുന്നത്, അതായത് ഇത് നമുക്ക് 8 mm അറ്റ് 80 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ്.
ഓക്കെ, ഇനി നമുക്ക് ഈ ബോട്ടം പോർഷനില്ലേ, ടോപ്പ് പോർഷന്, അവിടെ നമുക്ക് കൊടുക്കണമെങ്കിൽ റീൻഫോഴ്സ്മെന്റ് കൊടുക്കണമെങ്കിൽ ഇതുപോലെ തന്നെ കമ്പി നമുക്ക് ഇവിടെ കൊടുക്കണമെങ്കിൽ മെയിൻ ആയിട്ടും ഡിസ്ട്രിബ്യൂഷൻ ബാസേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് 8 mm മറ്റ് 80 mm സെന്റർ ടു സെന്റർ സ്പേസിംഗേ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് ഹീൽ സ്ലാബിലേക്ക് വരാം. ഹീലില് ടോപ്പ് ഫേസിലാണ് നമ്മൾ മെയിൻ റീൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. അതായത് ഇത് എത്രയായിരുന്നു? 12 mm ഡയ അറ്റ് 60 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ് ആയിരുന്നു. ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് ഇതെല്ലാം ഡിസ്ട്രിബ്യൂഷൻ ബാസ് ആയിട്ട് 8 mm അറ്റ് 70 അല്ലേ, 70 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ സൈഡിലെ ഡിസ്ട്രിബ്യൂഷൻ എല്ലാം എത്രയാ? 8 mm ഡയ അറ്റ് 70 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ്. മെയിൻ ബാസ് 12 mm ഡയയുടെ ആയിരിക്കും. ഓക്കെ, സെക്ഷണൽ എലിവേഷനകത്ത്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റെമ്മിന്റെ പാർട്ട് കാണിച്ചിരിക്കുന്നത് ഡോട്ടറിൽ, ദിസ് വൺ സ്റ്റെമ്മിന്റെ. ഓക്കെ, ഇത് ലോങ്റ്റിറ്റ്യൂണൽ, ഇതാണ് വേണ്ട നമ്മുടെ ബേസ് സ്ലാബിന്റെ ആണ് ഈ ഡോട്ടറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതും ക്ലിയർ ആയല്ലോ. സ്റ്റെമ്മ് നമ്മൾ റീൻഫോഴ്സ്മെന്റ്, ടോയുടെ റീൻഫോഴ്സ്മെന്റ്, ഹീലിന്റെ റീൻഫോഴ്സ്മെന്റ്. നമുക്ക് കിട്ടിയത് സ്റ്റെമ്മ് വരുമ്പം നമ്മൾ മെയിൻ ആയിട്ട് 16 mm 70 mm സെന്റർ ടു സെന്റർ, ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് 8 mm മറ്റ് 170. എതിർ സൈഡിൽ നമ്മൾ മെയിൻ ആയിട്ടും ഡിസ്ട്രിബ്യൂഷൻ ബാസേ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ, 8 mm മറ്റ് 170. സോ ഇതിനകത്തേക്ക് വരുമ്പോൾ മെയിൻ എല്ലാം 16ഉം ഡിസ്ട്രിബ്യൂഷൻ എല്ലാം 8ഉം. ഇനി നമുക്ക് ടോ സൈഡിൽ ബോട്ടത്തിലായിരിക്കും നമ്മൾ മെയിൻ കൊടുക്കുന്നത്, അത് 12ന്റെ 100 mm, ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് 8 mmന്റെ 80 സ്പേസിംഗിൽ. ഹിയർ അതുപോലെ തന്നെ. ഇനി നമ്മൾ ഹീൽ സ്ലാബിൽ വരുമ്പോൾ ടോപ്പ് ഫേസിലായിരിക്കും മെയിൻ റീൻഫോഴ്സ്മെന്റ്, അത് 12ന്റെ 60, ഇവിടെയും 12 mmന്റെ, ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് 8ന്റെ 70, ഇവിടെയും അങ്ങനെ തന്നെ. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ ഡെവലപ്മെന്റ് ലെങ്ത് കണ്ടുപിടിച്ചായിരുന്നു, സ്റ്റെമ്മിന്ന് വരുന്ന റീൻഫോഴ്സ്മെന്റ്. അതായത് ഇവിടെ നമുക്ക് 644 എങ്ങാണ്ടായിരുന്നു ഡെവലപ്മെന്റ് ലെങ്ത് വന്നത്, നമുക്ക് ഇവിടെ 610 ഉള്ളായിരുന്നു. അപ്പൊ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഹൊറിസോണലായിട്ട് വളച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഷിയർ കീന്റെ അടുത്തേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു തിക്നെസ് ഓഫ് ദ സ്ലാബ് 610 ആയിരുന്നു, നമുക്ക് ഡെവലപ്മെന്റ് ലെങ്ത് വന്ന 644 ആയിരുന്നു, ഇതിനെക്കാട്ടിൽ പുറത്ത് വരും. സോ നമ്മൾ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഹൊറിസോണലായിട്ട് വളച്ചു കൊടുത്തു. സോ ഡീറ്റെയിലിംഗ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ സ്റ്റെപ്പും വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഡീറ്റെയിലിംഗ് വരച്ച് തന്നെ പഠിക്കണം, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഓരോരോ സ്റ്റെപ്പും നമുക്ക് ടോട്ടൽ 8 സ്റ്റെപ്പ് ഉണ്ട്. ഇത് നമ്മൾ വർക്കൗട്ട് ചെയ്തത് കാന്റിലിവർ റീറ്റെയിനിങ് വോൾ തന്നെ ബാക്ക് ഫില്ല് ഹൊറിസോണലായിട്ട് വന്നതായിരുന്നു. കഴിഞ്ഞ നമ്മൾ ഡിസൈൻ ചെയ്തത് ബാക്ക് ഫില്ല് ഇൻക്ലൈൻഡ് ആയിട്ട് വന്നതായിരുന്നു. സോ 2 ഡിസൈൻ ക്വസ്റ്റ്യനും ഡീറ്റെയിൽ ആയിട്ട് തന്നെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. എല്ലാവർക്കും അത്യാവശ്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഹാവ് എ നൈസ് ഡേ.